ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പുതുമയുള്ള പുതുവർഷത്തിലെ ഒരു വിഷയമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ബോഡി ഏജ്ലെസ് ആയിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും താല്പര്യമുള്ള വിഷയം. ബോഡി ഏജ്ലെസ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും മൈൻഡ് അങ്ങനെ ഒരു തരത്തിലൂടെ കടന്നു. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് എങ്ങനെ ഏജ്ലെസ് ആയി കീപ്പ് ചെയ്യാം, സൂക്ഷിക്കാമെന്ന് സായി പ്രകാശ് സാർ നമ്മോട് സംസാരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയും സായി പ്രകാശ് സാറാണ് നമ്മൾ ക്ലാസ് എടുത്തത്. അപ്പൊ ഈ ആഴ്ചയും അതേപോലെ തന്നെ മറ്റൊരു വിഭവം നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് സായി സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. യുവർ വെൽക്കം സർ. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവർക്കും എന്റെ ശുഭ സായാഹ്നം നേരുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമില് വളരെ നേരത്തെ എത്തിച്ചേർന്ന എല്ലാവർക്കും വെൽക്കം, വാം വെൽക്കം. ഓക്കെ, ഇന്ന് നമ്മള് പരിശോധിക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഭൂലോകത്ത്, ഈ പ്ലാനറ്റില് കോടിക്കണക്കിന് ജനങ്ങള് താമസിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യനും ഓരോ പ്രപഞ്ചമാണ് എന്ന് പറയാറുണ്ട്. അത്രയ്ക്കും വ്യത്യസ്തത പുലർത്തുന്നവരാണ് ഓരോ ജീവിതവും. വൈവിധ്യങ്ങളുടെ കലവറയാണ് ഓരോ മനുഷ്യനും എന്ന് പറയാറുണ്ട്. പല സാമ്യങ്ങളുണ്ടെങ്കിലും മനുഷ്യർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. യുണീക്കാണ്, ഓരോ മനുഷ്യനും യുണീക്കാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വളരെ കുറച്ചു പേർ മാത്രമേ ഭാഗ്യം കുറഞ്ഞവരായിട്ട് ജനിക്കുന്നുള്ളൂ, ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടൊക്കെ ജനിക്കുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം പേരും നമ്മളെ സാധാരണ ആരോഗ്യത്തോടുകൂടി, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തന്നെയാണ് ഈ ഭൂമിയിലേക്ക്, ഈ പ്ലാനറ്റിലേക്ക് പിറന്ന് വീഴുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചിലർ സമ്പത്തിന്റെ പരമകോടിയിൽ എത്തുമ്പോൾ മറ്റു ചിലർ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളത്? അതല്ലെങ്കിൽ എന്തുകൊണ്ട് ചിലർ പ്രശസ്തിയുടെ നെറുകയിൽ എത്തുമ്പോൾ മറ്റു ചിലർ കുപ്രസിദ്ധി നേടുകയാണ്, ഹീനകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് കുപ്രസിദ്ധി നേടുകയാണ്? അങ്ങനെ പലരും പല രീതിയിൽ ഉള്ള ജീവിതമാണ് ഇവിടെ ജീവിച്ച് തീർക്കുന്നത്. പക്ഷെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഒരു കൃത്യമായ ഒരു സ്പെസിഫിക് ഗോളുമായിട്ടാണ്. ഈ ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യലുമായിട്ടാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചിട്ടുള്ളത്. അവിടെ ഡ്യൂട്ടിയാണ് ഓരോരുത്തരും അവരുടേതായ മേഖലകൾ കണ്ടെത്തിയിട്ട് വളരെ കർമ്മനിരതമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. പക്ഷെ പലരും അവരുടെ ചുറ്റുപാടിൽ നിന്ന് ആർജിച്ചെടുത്ത ഈ ഒരു പ്രോഗ്രാമിന്റെ ഫലമായിട്ട് സമൂഹത്തിൽ നിന്നും, വീട്ടിൽ നിന്നും, വിദ്യാലയങ്ങളിൽ നിന്നും എല്ലാം തന്നെ, ചുറ്റുപാടിൽ നിന്നെല്ലാം തന്നെ സംശീകരിച്ചെടുത്ത ഒരു പ്രോഗ്രാമിന്റെ ഫലമായിട്ട് ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ ജീവിതം നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വ്യത്യസ്തത എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. ആ വ്യത്യസ്തതയെ നമുക്കൊന്ന് പരിശോധിക്കാം. ആ വ്യത്യസ്തത എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മറ്റൊന്നുമല്ല, മനുഷ്യന്റെ ചിന്തകളാണ് അവയ്ക്ക് പ്രധാന കാരണമായിട്ടുള്ളത്. ചിന്തകളിലൂടെയാണ് മനുഷ്യൻ എല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ മനസ്സിന് 2 തലങ്ങളുണ്ട്, ബോധതലവും ഉപബോധ തലവും. ഈ ഒരു ഉപബോധ തലമാണ് വളരെ പവർഫുൾ ആയിട്ടുള്ളത്. about 90% സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്ന് പറയാറുണ്ട്. അൺലിമിറ്റഡ് പവർ ആണ് അതിനുള്ളത്. ബോധ മനസ്സാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പവർ. അങ്ങനെ അൺലിമിറ്റഡ് പവറുമായിട്ട് നമുക്ക് എന്തും നേടാനുള്ള കരുത്തോടുകൂടി തന്നെയാണ് നമ്മുടെ ഓരോ ചിന്തകളും നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ സാബു സാറൊക്കെ പണ്ട് ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ
സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു നെഗറ്റീവായ ഒരു തലമുണ്ട്. നെഗറ്റിവിറ്റിയോടൊരു ആകർഷണമുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് വളരെ സ്വാഭാവികമായിട്ടും പോസിറ്റീവായ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും എല്ലാം തന്നെ നമ്മളിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്, നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കേണ്ടതുണ്ട്. ചിന്തകൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, ചിന്തകൾ എന്ന് പറയുന്നത് എന്താണ്? ഊർജമാണ്, എനർജിയാണ് നമ്മളുടെ ചുറ്റിലുമുള്ളത്. ഭൗതികശാസ്ത്രം പറയുന്നുണ്ട് നമുക്ക് ചുറ്റിലുള്ള എല്ലാം എനർജിയാണ്. അങ്ങനെയുള്ള ഊർജ നമുക്ക് എവിടെയും കാണാൻ പറ്റും. ചുറ്റിലുമുള്ള റേഡിയേഷൻസ് അന്തരീക്ഷത്തിലൂടെ നിരവധി ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയോ തരംഗങ്ങൾ, റഡാർ തരംഗങ്ങൾ, ടെലിവിഷൻ തരംഗങ്ങൾ, അങ്ങനെ മൊബൈൽ തരംഗങ്ങൾ, വ്യത്യസ്ത ഫ്രീക്വൻസിയുള്ള മൊബൈൽ തരംഗങ്ങൾ. ചിന്തകളും എന്താണ്? ഒരു തരം തരംഗങ്ങളാണ്. ഇവയെല്ലാം ഒരു ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു. തരംഗങ്ങളൊക്കെ ശൂന്യതയിലൂടെയും സഞ്ചരിക്കും. പക്ഷെ പ്രപഞ്ചത്തിലൂടെയാണ്, പ്രപഞ്ച മനസ്സ് എന്ന മാധ്യമത്തിലൂടെയാണ് ചിന്തകൾ സഞ്ചരിക്കുന്നത്. ചിന്തകൾക്ക് മാഗ്നറ്റിക് പവർ ഉണ്ട് എന്നുള്ളതാണ് പ്രശസ്ത സൈക്കോളജിസ്റ്റായ ജോൺ കീഹോ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ നിരന്തരവും ശക്തവുമായ ചിന്തകൾ നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളായി മാറുന്നതാണ്. തോട്ട് ബിക്കം റിയാലിറ്റീസ്, തോട്ട് ബിക്കം തിങ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള മൈൻഡ് പവർ ഇൻ 21st സെഞ്ചുറി എന്നുള്ള ബുക്കിൽ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ചിന്തകൾക്ക് ഭൗതിക രൂപം പ്രാപിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ചിന്തകള് ഊർജമാണ്. ചിന്തകളിലൂടെയാണ് എല്ലാം തുടങ്ങുന്നത്. ചിന്തകളാണ് ഇമോഷനായിട്ട് മാറുന്നത് എന്ന് പറയാം. ചിന്തകളെ ആംപ്ലിഫൈ ചെയ്ത് അത് ഇമോഷനായിട്ട് മാറുകയാണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്ഷനിലേക്ക് കടക്കുകയാണ്. ഒരു ആക്ഷനിലേക്ക് അത് കടന്നിരിക്കും. നമുക്കെല്ലാം പറയുന്നത് പോലെ ഈ ഓരോ തോട്ട് സൈക്കിൾ നമുക്കെല്ലാം വളരെ പരിചിതമാണ്. ഈ ഒരു തോട്ട് സൈക്കിൾ, അതായത് നമ്മളുടെ ചിന്തകളിൽ നിന്ന് ആണ് തുടക്കം. വാക്കുകളായി മാറുന്നു, വാക്കുകളിൽ നിന്നും പ്രവൃത്തികൾ ഉണ്ടാവുന്നു, സ്വഭാവമായി മാറുന്നു, ക്യാരക്ടറായി മാറുന്നു, ഡെസ്റ്റിനിയായി മാറുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, എന്തുകൊണ്ടാണ് വിവിധ മനുഷ്യരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഈശ്വരൻ ചിലർക്ക് ദുരിതങ്ങളും ചിലർക്ക് സൗഭാഗ്യങ്ങളും മാത്രം നൽകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു അത്. നിങ്ങൾക്കറിയാം, സൗഭാഗ്യം അനുഭവിക്കുന്നവർ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും. ഫിലിം സ്റ്റാറുകൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, അല്ലെ രാഷ്ട്രീയ പ്രവർത്തകർ പറയാം, അല്ലെ ബിസിനസ്സുകാർ പറയാം. അതേസമയം ഒരു ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ തന്നെ തുടരും. ഇതിനുള്ള ഒരു ആൻസറാണ് ഈ തോട്ട് സൈക്കിൾ പറയുന്നത്. നമ്മളൊരു നല്ല അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നല്ലൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുക. നല്ലൊരു ചിന്ത രൂപം കൊള്ളുമ്പോൾ സ്വാഭാവികമായി നല്ല വാക്കുകൾ നമ്മൾ ഉണ്ടാവും. അതൊരു നല്ല ആക്ഷനിലേക്ക് നയിക്കും. അതൊരു നല്ലൊരു ഹാബിറ്റിലേക്ക് നയിക്കും. നല്ലൊരു ക്യാരക്ടർ നമുക്കുണ്ടാവും. അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ നല്ല ചിന്തകൾ ആവുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു. അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി നല്ല ചിന്തകൾ, പിന്നെ കുറച്ചുകൂടി നല്ല വാക്കുകൾ, കുറച്ചുകൂടി നല്ല ആക്ഷൻ, കുറച്ചുകൂടി നല്ല ഹാബിറ്റ്, കുറച്ചുകൂടി നല്ല ക്യാരക്ടർ, കുറച്ചുകൂടി നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ വീണ്ടും ഹാപ്പിയായി, നല്ല റിസൾട്ട് വന്നു, വീണ്ടും നല്ല ചിന്തകൾ. അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന ഒരാളുടെ ചിന്തകൾ അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാം. നേരെ തിരിച്ചും സാധ്യമാണ്. വളരെ ദരിദ്രനായിട്ടുള്ള ഒരാളുടെ ചിന്തകൾ സ്വാഭാവികമായിട്ടും ദാരിദ്ര്യം നിറഞ്ഞ ഡിപ്രഷൻ അനുഭവിക്കുന്ന നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നെഗറ്റീവ് വാക്കുകളാണ് അവരിലേക്ക് പുറത്തേക്ക് സ്വാഭാവികമായിട്ടും. അത് അവരുടെ ആക്ഷനിലും പ്രതിഫലിക്കും, സ്വഭാവത്തിലും ക്യാരക്ടറിലും പ്രതിഫലിക്കും. അത് നെഗറ്റീവ് റിസൾട്ട് ആണ് തരുന്നത്. അങ്ങനെ നെഗറ്റീവ് റിസൾട്ട് വരുമ്പോൾ വീണ്ടും അത് നെഗറ്റീവ് ആവുകയാണ് ചിന്തകൾ. അങ്ങനെ നെഗറ്റീവ് ആക്ഷൻ, ഹാബിറ്റ്, അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഇതാണ്, അതായത് ഒരു നെഗറ്റീവായ ദുരനുഭവങ്ങളുള്ള മനുഷ്യൻ ദുരനുഭവങ്ങൾ കൂടെ തന്നെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. കാരണം ചിന്തകളാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയാം. മൈൻഡ് പവർ പറയുന്നത് ഒരു ചിന്തകൾ
നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിക്കുമ്പോൾ, ഒരു ചിന്ത തന്നെ നമ്മൾ ആവർത്തിക്കുമ്പോൾ, 100 തവണയോ 10,000 തവണയോ നമ്മൾ ആവർത്തിക്കുമ്പോൾ ചിന്തകൾക്ക് എന്താണ് ആകർഷണ സ്വഭാവം കൈവരുന്നു. അതിനൊരു ഉദാഹരണം, നട്ടുച്ചയ്ക്ക് വരുന്ന സൂര്യപ്രകാശം എന്താണ്, നമ്മൾ കടലാസിനെ ഒന്നും കത്തിക്കില്ല, പക്ഷേ ഒരു ലെൻസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സൂര്യരശ്മികൾ 10,000 സൂര്യരശ്മികൾ ഒരേ പോലെയും അവ ലെൻസിനകത്തൂടെ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം കടലാസിനെയും പട്ടുതുണികളെയെല്ലാം കത്തിച്ചു കളയും. അത്ര പവർഫുൾ ആണത്. ചിന്തകളും ഇതുപോലെ തന്നെയാണ്. ജോൺ കി ഹോം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഒരേ ചിന്തകൾ തന്നെ 100 10,000 തവണ ആവർത്തിക്കുമ്പോൾ ചിന്തകൾക്ക് ഈ മാഗ്നറ്റിക് പവർ കൈവരികയും അവ ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും എല്ലാം ആകർഷിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് മൈൻഡ് പവറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു ചിന്ത തന്നെ 1 2 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ 10,000 1000 10,000 തവണ ആവർത്തിക്കുമ്പോഴാണ് ചിന്തകൾക്ക് കാന്തിക ശക്തി കൈവരുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കാന്തത്തിന് അതിനെ 12 മടങ്ങോളം ഇരുമ്പ് കഷ്ണത്തെ നമുക്ക് പൊക്കാൻ പറ്റും, ആകർഷിക്കാൻ പറ്റും. പക്ഷെ കാന്തശക്തി ഇല്ലെങ്കിൽ ഒരു മുട്ടുസൂചി പോലും അതിനെ തൊടാൻ പറ്റില്ല, ആകർഷിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മനസ്സിന് കാന്തിക ശക്തിയുള്ള ചില വ്യക്തികളുണ്ട്. തന്റെ വിശ്വാസം, തന്റെ നമ്മൾ ജനിച്ചിരിക്കുന്നത് ജയിക്കാനായി ജനിച്ചവൻ, കരുത്തുറ്റ ജീവിതം നയിക്കുന്നവൻ, തനിക്ക് തന്റെ ജീവിതത്തിലെല്ലാം വെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ നേടാനായി ജനിച്ചവൻ, അങ്ങനെയുള്ള മനുഷ്യൻ എന്താണ് ഉയർന്ന കാന്തിക ശക്തിയുള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റും. ചില വ്യക്തികളൊക്കെ ഉണ്ട്, നമുക്ക് യാത്രയിലൊക്കെ നമ്മളെ അടുത്ത് വന്നിരിക്കാറുണ്ട്. ഒരു ആകർഷണ ശക്തി, ഒരു ഓറ അവരിലൊക്കെ കാണാൻ പറ്റും. അത്തരം വ്യക്തികളാണ് കാന്തിക ശക്തിയുള്ള വ്യക്തികൾ. അത്തരം വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. നമ്മളിൽ തന്നെ വിശ്വസിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മറ്റുള്ളവരിൽ നമുക്കുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമുക്ക് നമ്മളിൽ വിശ്വസിക്കണം. അചഞ്ചലമായി കരുത്തുറ്റ വിശ്വാസം നമുക്ക് പടുത്തുയർത്താൻ കഴിയണം. വിശ്വാസം എന്നുള്ളത് മൈൻഡ് പവറിന്റെ ബേസ് തന്നെ. ഇലക്ട്രിസിറ്റി, നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി എങ്ങനെയാണോ അതുപോലെ മൈൻഡ് പവർ, സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഊർജമാണ് വിശ്വാസം അഥവാ ട്രസ്റ്റ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനത്തിന് നിരന്തരമായ ഊർജമായിട്ട് പ്രവർത്തിക്കുന്നത് വിശ്വാസമാണ്. സംശയത്തിന്റെ ഒരു നൂലാമാല ഉണ്ടെങ്കിൽ മൈൻഡ് പവർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് മൈൻഡ് പവറിൽ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് വിശ്വാസത്തെ പറ്റിയാണ്. മറ്റൊന്ന്, ഈ ഇലക്ട്രിസിറ്റി പോലെ തന്നെയാണ് മൈൻഡ് പവർ എന്ന് പറയാറുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അതിനെ നമുക്ക് ലൈറ്റ് എനർജി ആയിട്ടും മെക്കാനിക്കൽ എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും ഒക്കെ തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. മൈൻഡ് പവറും അങ്ങനെ തന്നെയാണ്. അതിനെ നമുക്ക് പല നേട്ടങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. മൈൻഡ് പവർ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അതിനെ എന്താണ് പല നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ 1000 10,000 കണക്കൻ പ്രാവശ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ പ്രവർത്തന തലത്തിലേക്ക് സ്വാഭാവികമായിട്ടും വരും. അതാണ് ആ ഇലക്ട്രിസിറ്റിയോട് 2 രീതിയിൽ ഉപമിക്കാം. ഒന്ന്, കമ്പ്യൂട്ടറിന് ഇലക്ട്രിസിറ്റി എങ്ങനെ ആവശ്യമാണോ അതുപോലെ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തിന്, സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനത്തിന് ഒരു ഊർജമായി പ്രവർത്തിക്കുന്നത് ബിലീഫാണ്, വിശ്വാസമാണ്. മറ്റൊന്ന്, ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ കഴിയില്ല, അതുപോലെ തന്നെയാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്. കാണാൻ കഴിയില്ല, പക്ഷെ അതിന്റെ റിസൾട്ട് നമുക്ക് അനുഭവ ലഭ്യമാണ്. റോജർ ബെന്നിസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ സർ? 14 സെക്കൻഡ് ഇതിനോട് 200 മീറ്റർ ഓടിയ ആള്. താങ്ക് യു. റോജർ ബെന്നിസ്റ്റർ ഫേമസ് ആയത്, ആദ്യമായിട്ട് ഫേമസ് ആയത്
അദ്ദേഹം ഒരു ലിമിറ്റിംഗ് ബിലീഫ് ബ്രേക്ക് ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം പേര് കേട്ടത്. അതായത് 1 മൈൽ ദൂരം 4 മിനിറ്റിനുള്ളിൽ ഓടിത്തീർക്കാൻ കഴിയില്ല എന്നതായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം. അതായത് ഡോക്ടർമാരൊക്കെ പറഞ്ഞത് 1 മൈൽ 4 മിനിറ്റിൽ കുറവ് ഓടുകയാണെങ്കിൽ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിയില്ല, ഹൃദയം പൊട്ടിപ്പോകുമെന്നാണ്, ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്നാണ് അന്നത്തെ മെഡിക്കൽ സയൻസ് വിശ്വസിച്ചിരുന്നത്. ഈ ഒരു ബിലീഫാണ് നമ്മുടെ റോജർ ബെന്നിസ്റ്റർ തകർത്തത്. എങ്ങനെയെന്നോ, അദ്ദേഹം 3 മിനിറ്റും 59 സെക്കൻഡും 59.4-5 സെക്കൻഡ് കൊണ്ട് ഈ ഒരു ദൂരം കീഴടക്കി. വളരെ അത്ഭുതകരമായ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അതിനുശേഷം 3000-4000 പരം ആൾക്കാര് ഇത് ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ്. അതാണ്. അപ്പൊ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫാണ് നമ്മളെ എന്താണ്, ഒരു തുടക്കം, ഒരു തള്ള് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു തള്ള് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നടക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, പിന്നീട് ആ ഒരു ബിലീഫ് എല്ലാവരും പൊട്ടിച്ച് എറിയും. അപ്പം നമ്മുടെ റോജർ ബെന്നിസ്റ്റർ തുടങ്ങി വെച്ചു, പിന്നെ ആയിരങ്ങൾ അത് തുടർന്നു. അപ്പൊ എന്താണ്, വിശ്വാസം സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു റെക്കോർഡായിരുന്നു റോജർ ബെന്നിസ്റ്റർ നടത്തിയത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം എഡ്മണ്ട് ഹിലാരിയും ചെയ്തത് അത് തന്നെയാണ്. ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയതിനു ശേഷം 10,000 എവറസ്റ്റ് കീഴടക്കി. ഒരു ബിലീഫിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്രയ്ക്ക് പവർഫുൾ ആണ് നമ്മളുടെ ചിന്തകൾ. മെഡിക്കൽ സയൻസിന് പോലും അതിനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്നുള്ളതാണ് സത്യം. ഇത് തന്നെയാണോ നമ്മുടെ വിൽമ റുഡോൾഫും ചെയ്തത്. വിൽമ റുഡോൾഫിനോട് എന്ത് ചെയ്തു? ഡോക്ടർ പറഞ്ഞു നീ ഇനി നടക്കാൻ പോകുന്നില്ല. പക്ഷെ അമ്മ പറഞ്ഞു എന്താണ്, നീ നടക്കും, ഞാൻ നടക്കും എന്നുള്ള അവളുടെ ചിന്തയ്ക്ക് സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു അമ്മ ചെയ്തത്. പക്ഷെ ഡോക്ടറിലല്ല വിശ്വസിച്ചിരുന്നത് വിൽമ റുഡോൾഫ്, അമ്മയിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് പ്രാധാന്യം. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മുടെ വിൽമ റുഡോൾഫ്, നമ്മളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വിദ്യാഭ്യാസമില്ലാത്ത അമ്മ പറയുന്നതാണോ, വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടർ പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കുക? തീർച്ചയായിട്ടും ഡോക്ടർ പറയുന്നത്. ഡോക്ടർ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് തീരുമാനമെടുത്തിട്ടുണ്ടാവും. അപ്പോഴേക്ക് തന്നെ നമ്മൾ മരണശയ്യയൊക്കെ തന്നെ വിഷ്വലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ വിൽമ റുഡോൾഫിന്റെ വിശ്വാസം കരുത്തുറ്റ ഒരു വിശ്വാസമായിരുന്നു. ശക്തമായ ഒരു മോട്ടോ, ഒരു ഗോള് ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വനിത ഒട്ടക്കാരിയാവുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അമ്മ കോല് വെട്ടിക്കൊടുത്തു, നടന്നു നടന്നു നടന്നു, വീണു വീണു, വീണ്ടും നടന്നു, വീണ്ടും വീണു, അങ്ങനെ വടിയില്ലാതെ നടന്നു തുടങ്ങി, ഓടി തുടങ്ങി. അങ്ങനെ 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 നിങ്ങൾക്കറിയാം, ഒളിമ്പിക്സ് ചരിത്രം പരിശോധിച്ചാൽ ഒരു 1960 ഒളിമ്പിക്സിലാണെന്ന് തോന്നുന്നു, ഒരു ഒളിമ്പിക്സിൽ 3 തവണ സ്വർണ്ണ മെഡൽ നേടിയ ചരിത്രം സൃഷ്ടിച്ചാണ് വിൽമ റുഡോൾഫ്. യെസ്, ചിന്തകള് നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത എന്താണോ അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മൾക്ക് ആവശ്യം? എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന് തടയുന്നത്? എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നത്? നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ള ചിന്തകളെ ക്ഷണിക്കാതെ അനാവശ്യമായ ചിന്തകളിൽ എന്താണ് മനസ്സിൽ നിറച്ചിട്ടുണ്ട്. ആരാണ് അത്തരം ചിന്തകളെ, നെഗറ്റീവായ ചിന്തകളെ നിങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്? നിങ്ങളിലേക്ക് സ്ട്രെസ് ഹോർമോണായ അഡ്രിനാലിനും കോർട്ടിസോളും നിങ്ങളുടെ ബ്ലഡിലേക്ക് ഒഴുക്കി വിട്ടതാരാണ്? നിരന്തരം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഹാപ്പി ഹോർമോണുകളായിട്ടുള്ള ഡോപ്പമിനും ഓക്സിറ്റോസിനും സെറട്ടോണിനും എൻഡോർഫിനും നിങ്ങളെ ബ്ലഡിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ആരാണ്? വലിയ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിത നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ നിന്നും നിങ്ങളെ പ്രതിരോധിക്കുന്നത് ആരാണ്? വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നത് ആരാണ്? പ്രതികാര ചിന്തകൾ മനസ്സിൽ വെച്ച് മനസ്സിനെ കലുഷിതമാക്കുന്നത് ആരാണ്?
നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ശക്തി ക്ഷയിപ്പിച്ചു കളഞ്ഞ്, ഇമ്മ്യൂണിറ്റി ചോർത്തിക്കളഞ്ഞ് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത് ആരാണ്? നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ശക്തമായി തടുത്തുകൊണ്ട്, നിങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളെ കരുത്തുറ്റതാക്കി മാറ്റുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് ആരാണ്? നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പാരൻസ് അല്ല, നിങ്ങളുടെ ബന്ധുക്കളല്ല, സമൂഹമല്ല, നമ്മളുടെ സാഹചര്യങ്ങളല്ല, ചുറ്റുപാടുകളല്ല, അല്ലെ? നിങ്ങളുടെ പാരൻസ് അല്ല, ചുറ്റുപാടുകളല്ല, നമ്മുടെ ശത്രുക്കളല്ല, പ്രധാനമന്ത്രിയല്ല, ആഭ്യന്തരമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, രാഷ്ട്രപതിയല്ല. നിങ്ങളെ നിരന്തരം നിങ്ങൾക്ക് കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ശത്രുക്കളും അല്ല. പിന്നെ ആരാണ്? നാം തന്നെയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. നമ്മൾ നിരന്തരം നമ്മെ തന്നെ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇത് തെളിയിക്കുന്നുണ്ട്. അടുത്ത PPT വരുമ്പോൾ ഞാൻ പറയാം. അത്ര കരുത്തനാണ് നാം, അത്ര സ്ട്രോങ് ആണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ചലഞ്ച് ചെയ്യാൻ, മറ്റുള്ളവരെ ചലഞ്ച് ചെയ്യാൻ നമ്മൾ വളരെ മിടുക്കരാണ്. പക്ഷേ വ്യക്തികളെയല്ല നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്, നമ്മെ തന്നെയാണ്. നമ്മളുടെ ഇന്നിനെ ബെറ്റർ ആക്കിക്കൊണ്ട് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മെ തന്നെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ പ്രശസ്ത സർജി ബുക്കയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ സർജി ബുക്കയെ പറ്റി? താങ്ക് യു സർ. സർജി ബുക്ക നമുക്കറിയാം ലോകോത്തര പോൾ വോൾട്ട് താരമാണ്. പക്ഷെ സർജി ബുക്ക പ്രശസ്തനാവുന്നതോ വേറൊരു ഏരിയയിലൂടെയാണ്. അത് പോൾ വോൾട്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹം വ്യത്യസ്തനാവുന്നത് അദ്ദേഹം 26ഓളം പ്രാവശ്യം സ്വന്തം റെക്കോർഡുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ തന്നെ ഇങ്ങനെ തിരുത്തിക്കുന്നു. അദ്ദേഹത്തിന് ചലഞ്ച് ഇല്ലായിരുന്നു. അദ്ദേഹത്തെ തന്നെയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്, നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് നമ്മെ തന്നെ വെല്ലുവിളിച്ച് മുന്നേറാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ചിന്തകളും നേട്ടങ്ങളും ശക്തമായിട്ട് മാറുന്നത്. കിറ്റ് ചെയ്യരുത്, റെസ്റ്റ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. റെസ്റ്റ് എടുത്തോളൂ, റെസ്റ്റ് എടുത്ത് മുന്നേറുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ തന്നെ നമുക്ക് കൈവരിക്കാൻ കഴിയും. അത് തന്നെയാണ് നമ്മളുടെ കരോളി ടെക്കാസിന്റെ ജീവിതം നമുക്ക് പഠിപ്പിക്കുന്നത്. കരോളി ടെക്കാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള പേര് തന്നെയാണ്. കരോളി ടെക്കാസ് ആരായിരുന്നു? പ്ലീസ്. കരോളി ടെക്കാസ് എന്ന് പറയുന്നത് ഒരു പ്രശസ്ത ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട, യെസ് താങ്ക് യു സാർ, ഒരു പ്രശസ്ത ഷൂട്ടറായിരുന്നു. പ്രശസ്ത ഷൂട്ടറായിരുന്നു, ഗേറിയൻ താരമായിരുന്നു കരോളി ടെക്കാസ്. അദ്ദേഹം ഒരു ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒളിമ്പിക്സ് വരികയാണ്. ആ ഒളിമ്പിക്സിൽ 1940 ഒളിമ്പിക്സിൽ കരോളി ടെക്കാസിനെ എല്ലാവരും ഷൂട്ടിങ്ങിൽ അദ്ദേഹം സ്വർണം ഉറപ്പിച്ചതാണ്. അവിടെയാണ് ഒരു ദാരുണമായ സംഭവം നടന്നത്. സൈനിക ഓഫീസറായ കരോളി ടെക്കാസ് 1938 തോന്നുന്നു, സൈനിക ക്യാമ്പിലുണ്ടായിരുന്ന സ്ഫോടനത്തിൽ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഹാൻഡ് നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ വലത് കൈ നഷ്ടപ്പെടുകയാണ്. നോക്കൂ, ഒരു ഷൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിംഗ് ഹാൻഡ് നഷ്ടപ്പെടുക എന്നുള്ളതിൽ കവിഞ്ഞ് എന്തൊരു ദുരന്തമാണ്, എന്തൊരു വിധിയാണ് വരാൻ പോകുന്നത്. അതിൽ കവിഞ്ഞ എന്തൊരു വിധിയാണ് വരാൻ പോകുന്നത്. തളർന്നു പോയി ഒരു സെക്കൻഡ് നമ്മുടെ കരോളി ടെക്കാസ്. പക്ഷെ ഉടനെ തന്നെ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെ 1939 ഒരു 6 മാസത്തോളം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നു, ഒരു സൈനിക ആശുപത്രിയിൽ കിടന്നു. തുടർന്ന് അദ്ദേഹം നാഷണൽ ഗെയിംസ്, ബൾഗറിയയിലെ നാഷണൽ ഗെയിംസ് നടക്കുന്ന കേന്ദ്രത്തിലേക്ക് പോയി.
അവിടെയുള്ള അത്ലറ്റുകളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. കാരണം തങ്ങളെ അഭിനന്ദിക്കാൻ ഇതാ ഒരു കരോളി ടെക്കാസ് വന്നിരിക്കുന്നു. പക്ഷെ കരോളി ടെക്കാസ് എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ വന്നതല്ല, ഞാൻ നിങ്ങളോട് മത്സരിക്കാൻ വന്നതാണ്. അതായിരുന്നു കരോളി ടെക്കാസ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇടത് കൈകൊണ്ട് നിരന്തരം പരിശീലിക്കുകയായിരുന്നു കരോളി ടെക്കാസ്. അങ്ങനെ 1939 നാഷണൽ ഗെയിംസിൽ അദ്ദേഹം സ്വർണം നേടി. അടുത്ത ലക്ഷ്യം 40 ഒളിമ്പിക്സ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം, 40 ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം നടക്കുകയായിരുന്നു. ഒളിമ്പിക്സ് മാറ്റിവെച്ചു. വീണ്ടും തടസ്സങ്ങൾ കരോളിയുടെ ജീവിതത്തിലേക്ക് ഓരോന്നായി കടന്നു വരികയാണ്. പക്ഷെ കരോളി ടെക്കാസ് എന്നുള്ള പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. 44 ഒളിമ്പിക്സ് 44 എത്തിക്കഴിഞ്ഞു. അപ്പോഴും യുദ്ധം തീർന്നിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഒളിമ്പിക്സ് മാറ്റിവെച്ചു. 1948 എത്തിക്കഴിഞ്ഞു. 48 ഒളിമ്പിക്സിൽ 38 വയസ്സാണെന്ന് തോന്നുന്നു. ആ 38ാമത്തെ വയസ്സിൽ ലോകമെമ്പാടുമുള്ള 19ഉം 18 വയസ്സുമുള്ള ചെറുപ്പക്കാരോട് മത്സരിച്ചുകൊണ്ട് ഇടം കയ്യനായിട്ടുള്ള കരോളി ടെക്കാസ് സ്വർണം നേടുകയാണ് ഷൂട്ടിങ്ങിൽ. തീർന്നില്ല. 42 ഒളിമ്പിക്സിലും സ്വർണം നേടി. അങ്ങനെ തന്റെ വിദ്യയെ വെടിവെച്ച് വീഴ്ത്തിയ മഹാനായ ഒരു താരം തന്നെയായിരുന്നു കരോളി ടെക്കാസ്. അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. പ്രതിസന്ധിയിൽ ജീവിതം ഹാർഡായിക്കൊണ്ടിരിക്കുമ്പോൾ, ലൈഫ് വളരെ ഹാർഡായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയി മാറിയ ഒരു വ്യക്തിയായിരുന്നു കരോളി ടെക്കാസ്. നമുക്കും ഇതേ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും വരാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഞാൻ ഓർക്കുന്ന ഒരു മോഡലാണ് ശരിക്കും കരോളി ടെക്കാസ്. അത്ര പ്രചോദനമാണ് അദ്ദേഹം തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ അൺലിമിറ്റഡ് ആയ പൊട്ടൻഷ്യലില് മറ്റൊരു ഉദാഹരണം തന്നെയാണ് കരോളിയുടെ ലൈഫ്. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളിലാണ്, നമ്മളുടെ മറ്റുള്ളവരിലല്ല. പക്ഷികൾ ചിറകുകളിലാണ് വിശ്വസിക്കുന്നത്, ചില്ലകളിൽ അല്ല. മനുഷ്യൻ നമ്മളിൽ തന്നെയാണ് വിശ്വസിക്കേണ്ടത്, മറ്റുള്ളവരിൽ അല്ല. മറ്റുള്ളവരിൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ മോട്ടിവേഷനെക്കാട്ടും വലുതാണ് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മോട്ടിവേഷൻ പുറത്തു നിന്നും വരുന്നതാണ്. മോട്ടിവേഷൻ എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല. സംസാരമൊക്കെ തന്നെ നിരന്തരമായ PA ക്ലാസ്സുകളിൽ പറയാറുണ്ട്, സ്ട്രോക്ക് നമുക്ക് അത്യാവശ്യമാണ്. സ്ട്രോക്ക് ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. പക്ഷെ നമ്മളൊരു അവയർനെസ് നമുക്ക് വേണം. എല്ലായ്പ്പോഴും നമുക്ക് സ്ട്രോക്ക് കിട്ടണം എന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻസ്പിരേഷന്റെ ഒരു സോഴ്സ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നമുക്കൊരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അത് ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഉറക്കം കെടുത്തിക്കളയും എന്നർത്ഥം. സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയണം. ഡ്രീം. സ്വപ്നമില്ലെങ്കിൽ മനുഷ്യരില്ല എന്ന് പറയാറുണ്ട്. കാരണം ഏതൊരു സ്വപ്നവും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദീപശിഖയാണ് എന്ന് തന്നെ പറയാറുണ്ട്. സ്വപ്നങ്ങളെ പറ്റി നമ്മളെ വയലാറിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സോങ് ഉണ്ട്. ഞാൻ 2 വരി പാടാം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല. സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ.
അങ്ങനെ വയലാർ പാടിയിട്ടുണ്ട്. നമുക്കറിയാം വയലാറിന്റെ വരികളാണ്. അപ്പൊ സ്വപ്നങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല. സ്വപ്നങ്ങളില്ലെങ്കിൽ ജീവിത സൗന്ദര്യ സങ്കല്പങ്ങൾ ഒന്നും തന്നെ ഇല്ല. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സ്വപ്നങ്ങൾ തന്നെയാണ്. അപ്പൊ സ്വപ്നങ്ങൾ നിലനിർത്താൻ നമുക്ക് കഴിയണം. വലിയ സ്വപ്നങ്ങൾ ഒരിക്കലും ചെറുതായിരിക്കരുത്. വലിയ വലിയ സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ നമുക്ക് കഴിയണം. വലിയ ചിന്തകൾ, വലിയ തിങ്ക് ബിഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയുണ്ട്. വലിയ ചിന്തകളും വലിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും അപ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതം മഹത്തരമായി മാറുന്നത്. സ്ട്രെങ്ത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം സ്ട്രോങ് ആയി മാറുന്നത്. ജീവിതം സ്ട്രെങ്ത്തിലേക്ക് പോകുന്നത്. സ്ട്രെങ്ത് തന്നെയാണ് ലൈഫ്. വീക്ക്നെസ് എന്ന് പറയുന്നത് ഡെത്താണ്. ഡെത്ത് തന്നെയാണ് വീക്ക്നെസ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി നമുക്ക് സ്ട്രോങ് ആവാൻ കഴിയണം. അതാണ് വിവേകാനന്ദൻ എപ്പോഴും പറയല്. ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം. എക്സസൈസ് ചെയ്യണം നമ്മൾ നിരന്തരം. രോഗം വന്നിട്ടല്ല ചെയ്യേണ്ടത്, രോഗം തടയാനാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. മെന്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ചിന്തകൾ കൊണ്ട് സ്ട്രോങ് ആയിരിക്കണം. ബോധപൂർവം പോസിറ്റീവായ ചിന്തകളെ നമുക്ക് ക്ഷണിച്ചു വരുത്തണം. പാലൂട്ടി വളർത്തണം പോസിറ്റീവായ ചിന്തകളെ. ആട്ടി ഓടിക്കാനാണ് പറയുന്നത് നെഗറ്റീവ് ചിന്തകളെ. അപ്പം സ്ട്രെങ്ത് ആണ് ലൈഫ്, വീക്ക്നെസ് ആണ് ഡെത്ത്. യെസ്. അതായത് നമ്മളെ ചിന്തകൾ എന്ന് പറയുന്നതോ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തകൾക്ക് അപ്പുറമാണ് എന്ന് പറയും. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമ്മൾ പറയാറുണ്ട് ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്ന് പറയാറ്. ആറ്റിറ്റ്യൂഡാണ് എല്ലാം എന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു പ്രശസ്തമായ നമ്മളൊരു പരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു പ്രശസ്ത ഡോക്ടർ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പരീക്ഷണമാണ്. ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് എന്നായിരുന്നു പരീക്ഷണം. ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്റ്റുഡൻസിനെ 50ഓളം വരുന്ന സ്റ്റുഡൻസിനെ അതിന് പഠന വിധേയമാക്കി. അവരിലുള്ള ആന്റിബോഡീസ്, സലൈവയാണ് ടെസ്റ്റ് ചെയ്തത്. ആന്റിബോഡീസിന്റെ അളവ് ഓരോരുത്തരിലുമുള്ള അളവെടുത്തു, അത് രേഖപ്പെടുത്തി. അതിനുശേഷം ചെയ്തത് മദർ തെരേസയെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഫിലിം അവരിൽ കാണിച്ചു. ആ ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം അവരിലെ ആന്റിബോഡി വീണ്ടും ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 3 തരം കാറ്റഗറി ആയിട്ട് ആ വിദ്യാർത്ഥികളെ കാണപ്പെട്ടു. ചിലരിൽ ആന്റിബോഡി ഉയർന്നു, ചിലത് വളരെ താഴ്ന്നു, മറ്റു ചിലരിൽ ഒരു അതേ ലെവൽ തന്നെ. തുടർന്ന് ഈ വിദ്യാർത്ഥികളെ വീണ്ടും ഈ മദർ തെരേസയെ പറ്റി അവർ കണ്ടിട്ടുള്ള ആ ഫിലിം ബേസ് ചെയ്തുകൊണ്ട് മദർ തെരേസയെ പറ്റി ഒരു 10 വാചകം എഴുതാൻ പറഞ്ഞു. അത് വീണ്ടും പഠന വിധേയമാക്കി. അത്ഭുതകരം എന്ന് പറയട്ടെ, മദർ തെരേസയെ പറ്റി പുകഴ്ത്തിയ പോസിറ്റീവായ കമന്റുകൾ ചെയ്ത വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ആന്റിബോഡീസ് വർദ്ധിച്ചതായിട്ട് കാണപ്പെട്ടു. മാത്രമല്ല, മദർ തെരേസയെ എതിർത്തുകൊണ്ട് നെഗറ്റീവായിട്ട് സംസാരിച്ച ഒരു വിഭാഗത്തിന്റെ ആന്റിബോഡീസ് താഴ്ന്നു പോയി, വളരെ താഴ്ന്നതായിട്ട് കണ്ടെത്തി. ചിലർ ന്യൂട്രലായിട്ട്, അതൊക്കെ മദർ തെരേസ കുഴപ്പമില്ല, അങ്ങനെ ആ രീതിയിൽ ന്യൂട്രലായിട്ട് പ്രതികരിച്ചു. അവരുടെ ആന്റിബോഡീസ് അതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇത് മെഡിസിൻ പ്രൊഫസറായ ജിതേന്ദ്ര ആഡിയ തന്റെ പുസ്തകത്തിൽ വിവരിച്ചതാണ്. ഈ ഒരു കണ്ടുപിടുത്തം, ഇങ്ങനെയുള്ള 1-2 കണ്ടുപിടുത്തങ്ങളുണ്ട്. ഒന്നുകൂടി പറയാനുണ്ട്, ഒരു പരീക്ഷണം കൂടി പറയാനുണ്ട്. ഈ ഒരു കണ്ടുപിടുത്തത്തിന് ശേഷമാണ് രോഗങ്ങളെ തടയുന്നതിൽ മനസ്സിന് ഒരുപാട് റോളുണ്ട് എന്ന് ജിതേന്ദ്ര ആഡിയ മനസ്സിലാക്കുന്നത്. ഒരു ഫിസിഷ്യനായ ജിതേന്ദ്ര ആഡിയ ഒരു മൈൻഡ് പവർ ട്രെയിനിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് ഈ പരീക്ഷണത്തിന് ശേഷമാണ്. അപ്പം നമ്മളൊക്കെ തന്നെ പറയുന്നത്
പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കാമുകന്മാർക്ക് ആ സമയത്ത് അസുഖങ്ങളൊന്നും വരില്ല എന്ന് പറയാറുണ്ട്. അതിന് കാരണം അവരുടെ ചിന്തകൾ എന്താണ്, വളരെ പോസിറ്റീവായിരിക്കും ആ സമയത്ത്. അപ്പൊ പേടിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ഒരു ചിക്കൻ ബോക്സ് ഉള്ള ഒരു രോഗിയെ കാണാൻ പോവുകയാണെങ്കിൽ അത് പകരാനുള്ള സാധ്യത കൂടുതലാണ് എന്നും പറയുന്നുണ്ട്. അപ്പം പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും എന്താണ് നിലനിർത്തേണ്ട ഒരു ക്വാളിറ്റിയാണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നതോ നമ്മൾ എടുത്തണിയേണ്ട ഒരു ആവരണമാണ്. പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും, നമുക്ക് എപ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും കോൺഫിഡൻസിന്റെ ഒരു ആവരണം അണിയണം. പൊട്ടുകുത്തുന്നത് പോലെ, കമ്മൽ അണിയുന്നത് പോലെ, ചെയിൻ അല്ലെ, അതുപോലെ നമ്മൾ ടാൽക്കം പൗഡർ പൂശുന്നത് പോലെ നമ്മൾ എടുത്തണിയേണ്ട ഒരു ആവരണമാണ് കോൺഫിഡൻസ്. അങ്ങോട്ട് പോകുന്നതോറും മറ്റൊരു എലമെന്റ് കൂടി കരുതുക, ശക്തനായിട്ട് പോവുക, കരുത്തനായിട്ട് പോവുക. കരുത്തില്ലെങ്കിൽ കരുത്താർജിച്ചു പോകണം. പിറകോട്ട് പോവാം, ഭൂതകാലത്തിലേക്ക് പോവാം, അപ്പോഴും ശക്തനായിട്ട് പോകണം, ദുർബലനായിട്ട് പോകരുത്. ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്ന് അവിടെയുള്ള കംഫർട്ട് സോൺ ആണ്, വിജയത്തിൽ അഭിരമിക്കാം. രണ്ട്, അവിടെയുള്ള ദുരനുഭവങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. രണ്ടും കംഫർട്ട് സോൺ ആണ്, ബ്രേക്ക് ചെയ്യേണ്ടതാണ്. സോ കോൺഫിഡന്റ് ആയി സ്ട്രോങ് ആയിട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മൾ പോസിറ്റീവ് സ്ട്രോക്കിന് ഒരു ഉദാഹരണമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്സ് ഒന്നുമില്ല. ഞാൻ എടുത്തു പറയാൻ കാരണം പൊളിറ്റിക്സ് ഒന്നുമില്ല. കേരള ഗവൺമെന്റിന്റെ ജൈവ വൈവിധ്യ പ്രവർത്തനത്തിനുള്ള വനമിത്ര അവാർഡ് ലഭിച്ചു. വർഷങ്ങളായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു ഫംഗ്ഷന് അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരു മരം, ഒരു തൈയുമായിട്ടാണ് അദ്ദേഹം പോവുക. ആ തൈ വിവാഹ ദിനമായാലും, ഒരു ഹൗസ് വാമിംഗ് ആയാലും, ഒരു ബർത്ത്ഡേ ആയി കഴിഞ്ഞാലൊക്കെ തന്നെ ഇദ്ദേഹം അത് കൊണ്ടു കൊടുക്കും. അപ്പൊ ഒരു ഓർമ്മ മരങ്ങളായിട്ട് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ വളർന്ന് വലിയ പബ്ലിസിറ്റി തുടങ്ങി. ഇദ്ദേഹം വളരെ ഇതൊരു റിട്ടയർഡ് ആയുർവേദ ഫാർമസിസ്റ്റ് ആണ്. ഇപ്പൊ 2 വർഷം മുമ്പ് റിട്ടയർ ആയി. ഈ ഒരു പ്രവർത്തനത്തിന് അദ്ദേഹം ജോലി ചെയ്ത എല്ലാ ഡിസ്പെൻസറിയിലും അദ്ദേഹം ഈ ഒരു പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ തുമ്പ പരിസ്ഥിതി സമിതി എന്നുള്ള ഒരു സമിതിയാണ്, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു ബുക്ക് കൈമാറുകയാണ് അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. ഒരു പ്രത്യേക പൊളിറ്റിക്സിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സ്ട്രോക്ക് വളരെ കുറവായിരുന്നു, പ്രൈസസ് കിട്ടത് കുറവായിരുന്നു. അപ്പം ഇങ്ങനെ സ്ട്രോക്ക്, അൺകണ്ടീഷണൽ സ്ട്രോക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. സ്ട്രോക്ക് നമുക്ക് എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല, പക്ഷേ എങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൊടുത്ത് പോകാൻ നമുക്ക് കഴിയണം. ഡയമണ്ട്, അതായത് ഡയമണ്ട് ആണ് വാക്കുകൾ എന്ന് പറയാറുണ്ട്. നമ്മളെ സോളിനെ എൻലൈറ്റൻ ചെയ്യുന്ന വാക്കുകൾക്ക് ഡയമണ്ടിനേക്കാൾ വാല്യൂ ഉണ്ട് എന്നാണ് പറയുക. ഡയമണ്ട് ആണ് വാക്കുകൾ. നല്ല വാക്കുകൾ നമുക്ക് കൊടുത്തു പോകാം. അങ്ങനെ വാക്കുകളുടെയും സ്നേഹത്തിന്റെയും കണികകൾ പകുത്തു കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ ഉപബോധ മനസ്സിന്റെ മറ്റൊരു ഒരു കഴിവാണ് അതിന് എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. പലപ്പോഴും നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. ആരോടൊന്നില്ലാതെ നമ്മളെ ചങ്കായിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയും. അദ്ദേഹം നമ്മളെ ഒരു സഹായിയായിട്ട്, തീർച്ചയായും അങ്ങനെ തന്നെ വേണം. നമുക്കൊരു സപ്പോർട്ട് ആ സമയത്ത് ആവശ്യമാണ്. പക്ഷെ പഠനങ്ങൾ പറയുന്നതോ, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരുന്ന, മലയിലോ എവിടെയെങ്കിലും പോയിരുന്ന വളരെ സൈലന്റായി കണ്ണടച്ചിരിക്കുക. ലേൺ ടു ബി സൈലന്റ് ആയി പഠിക്കുക. അപ്പോൾ ഒരു ആൽഫ ലെവൽ നിങ്ങളിലേക്ക് ഫോം ചെയ്യും. ആ സമയത്ത് ആ പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷൻ നിങ്ങളിൽ ഉരുത്തിരിയുമെന്നാണ് പറയുന്നത്. അപ്പം ആ സൊല്യൂഷൻ നമ്മളിൽ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾ അസ്വസ്ഥമാകരുത്, ഡിപ്രസ്ഡ് ആവരുത്, നമ്മൾ തളർന്നു പോകരുത്.
ജീവിതത്തിലെ അനുഭവങ്ങൾക്കൊന്നും നമ്മളെ തളർത്താൻ കഴിയരുത്. പരാജയങ്ങൾ ഉണ്ടാവാം, പക്ഷെ ആ പരാജയങ്ങൾക്കൊന്നും നമ്മളെ തളർത്താൻ കഴിയരുത്. അത്രയ്ക്ക് കരുത്തുറ്റതായി മാറാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ നമ്മുടെ മർട്ടിനെല നവരത്തിലോയോട് ചോദിക്കുകയുണ്ടായി, എന്താണ് അങ്ങയുടെ വിജയരഹസ്യം എന്ന്. 45-ാം വയസ്സിലാണെന്ന് തോന്നുന്നു മർട്ടിനയ്ക്ക് ഒരു കപ്പ് കിട്ടുകയുണ്ടായി. യെസ്, അപ്പോൾ മാർട്ടിനയോട് ചോദിച്ചതാണ് പത്രലേഖകൻ, ജേർണലിസ്റ്റ്, എന്താണ് അങ്ങയുടെ ഈ വിജയരഹസ്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? The ball does not know how old I am. ഞാൻ കളിക്കുന്ന പന്തിനറിയില്ല എനിക്ക് എത്ര വയസ്സായി. ഞാൻ കളിക്കുന്ന പന്തിനറിയില്ല എനിക്ക് എത്ര ശക്തനാണ് ഞാനെന്ന്. ഞാൻ കളിക്കുന്ന പന്തിനറിയില്ല ഞാൻ എത്ര കോൺഫിഡന്റ് ആണ്. അതാണ് മാർട്ടിന പറഞ്ഞത്. വളരെ മഹത്തായ വാക്യമാണ്. The ball does not know how old I am. അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് എത്ര പേർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ ആ പ്രശ്നത്തോട് നോക്കി പറയാൻ കഴിയണം, എന്താണ്, എന്നെ തളർത്താൻ കഴിയില്ല, അത്ര കരുത്തനാണ് ഞാനെന്ന് പറയാൻ കഴിയണം. പ്രായമല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഏജ് ഇല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാ സമയത്തും ഒരേ പവറോട് കൂടി നിലനിൽക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അത് വളരെ പവർഫുൾ ആയിരിക്കും. കുട്ടികളിലൊക്കെ തന്നെ വളരെ പവർഫുൾ ആയിരിക്കും. വലുതാകും തോറും നമ്മൾ അതേ രീതിയിൽ വളർത്തുകയാണെങ്കിൽ, നമ്മൾ ആ പവർ നിലനിർത്തുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കും. അത് ക്ഷയിപ്പിക്കരുത്. മനസ്സ് വലുതാക്കാൻ നമുക്ക് കഴിയണം. മനസ്സ് വലുതാക്കുമ്പോഴാണ്, എങ്ങനെയാ മനസ്സ് വലുതാക്കുക? മനസ്സ് വലുതാക്കുന്നത് നമ്മൾ വലിയ നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ മറ്റാരും വായിക്കാത്ത ബുക്കുകൾ വായിക്കണം. എല്ലാവരും വായിക്കുന്ന ബുക്കുകൾ വായിക്കരുത്. അങ്ങനെ വ്യത്യസ്തനാവണം. നമുക്ക് പുതിയ പ്രദേശങ്ങൾ കാണാൻ കഴിയണം. നമ്മുടെ ജീവിതം എല്ലാം പറയുന്ന ഒരു യാത്രയാണ്. ഒരു ബസ്സിൽ കയറി നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അങ്ങനെ പോയിട്ട് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. പലരും ആ ബസ് സ്റ്റോപ്പിൽ തന്നെ കിടന്നുറങ്ങുന്നു. തിരിച്ച് മരണത്തിന്റെ ബസ് വരുന്നു, തിരിച്ചു കയറി പോകുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഇറങ്ങി നടക്കാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാനും രുചികൾ ആസ്വദിക്കാനും നമുക്ക് കഴിയണം. ജീവിതം വളരെ ഹ്രസ്വമാണ്. അതേസമയം ഒരുപാട് സാധ്യതകളുണ്ട്. ആ അൺലിമിറ്റഡ് ആയ പവറിനെ ഇതിനെപ്പറ്റി നമ്മളൊന്ന് അവെയർ ആയിരുന്നു. അങ്ങനെ ഒരു കരുത്തുറ്റ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഈ ഭൂലോകം കണ്ടുകൊണ്ട് അവിടുത്തെ കാഴ്ചകളും സൗന്ദര്യമെല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് മുന്നേറാൻ നമുക്ക് കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതം ഒക്കെ സാർത്ഥകമാവുന്നത്. പോസിറ്റീവായ ഒരു ഏരിയ നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞു, നെഗറ്റീവായ ഒരു തലത്തോട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ആകർഷണമുണ്ട്. സ്വാഭാവികമായിട്ടും അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഹാപ്പിനെസ് എന്നുള്ളത് നമ്മൾ തിരിച്ചു പിടിക്കണം, ബോധപൂർവം തിരിച്ചു പിടിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഡിപ്രസ്ഡ് ആവാൻ എളുപ്പമാണ്, ഹാപ്പി ആവാനാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവായ തലമുണ്ട്. ഈ ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ബോധപൂർവം നമുക്ക് ഡിന്നർ കൊടുക്കാൻ കഴിയണം. സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവായ റീഡിങ്ങും പോസിറ്റീവായ ഹിയറിങ്ങും പോസിറ്റീവായ ബുക്കുകളുടെ വായനയും തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ബ്രേക്ക്ഫാസ്റ്റ്. പോസിറ്റീവായ ഹിയറിങ്, കേൾക്കണം പോസിറ്റീവായ കാര്യങ്ങൾ. പോസിറ്റീവായ റീഡിങ്, വായിക്കണം നമ്മൾ. പോസിറ്റീവായ സ്പീക്കിംഗ്, സംസാരിക്കണം നമ്മൾ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെ ആണ്. ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണ്? യെസ്, stay away from negative people. They have a problem or a very solution. Yes. ഏതൊരു സൊല്യൂഷനിലും അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. നെഗറ്റീവായ ഒരു ഏരിയയിൽ നിന്ന് വിട്ടകലണമെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ചാണക്യൻ പറഞ്ഞത്. നല്ല രാജാവില്ലാത്ത, വ്യക്തികളില്ലാത്ത, വെള്ളമില്ലാത്ത നാട്ടിൽ നിന്നും വിട്ടകരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൈബീരിയൻ കൊക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്.
സൈബീരിയയിൽ തണുത്ത കാലാവസ്ഥ സമയത്ത് നേരെ അവ മൈഗ്രേറ്റ് ചെയ്യും, കേരളത്തിലേക്ക് വരും. കടലുണ്ടി, കോഴിക്കോട് കടലുണ്ടിയിലൊക്കെ അവർ വരാറുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മെസ്സേജ് കിട്ടും, ഓക്കെയാണ്, എന്താണ് ഒരു പ്രപഞ്ചത്തിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടും, ഒരു സിഗ്നൽ കിട്ടും, തണുപ്പെല്ലാം മാറി, ഉടനെ അവ തിരിച്ചു പോകാം. കൃത്യമായ ഇടവേളയിൽ അവ തിരിച്ചു പോകും. അതുപോലെ നെഗറ്റിവിറ്റിയോട് വിട്ടകലാൻ നമുക്ക് കഴിയണം. മോശപ്പെട്ട കാലാവസ്ഥയാണെങ്കിൽ വിട്ടകലണം. ചില ക്വാളിറ്റീസ് ഉണ്ട് നമ്മളുടേക്ക് വലിച്ചെടുപ്പിക്കേണ്ട ചില ക്വാളിറ്റീസ്, ഇൻവേർഡ് ക്വാളിറ്റീസ് എന്ന് പറയാറുണ്ട്. നമ്മളിലേക്ക് ചേർത്ത് പിടിക്കേണ്ട ക്വാളിറ്റീസ്, മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ചില ക്വാളിറ്റീസ്. ഫോർഗീവ്നെസ്. തീർച്ചയായിട്ടും ഒരു വ്യക്തി വാക്കുകൊണ്ടോ മനോഭാവം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നമ്മളെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. ആ വ്യക്തിയെ അവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും, ഒരു പ്രതികാര ചിന്തയുണ്ടായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താണ്, ഒരു ദൈവികമായ തലത്തിലേക്ക് ഉയരണം. ഫോർഗീവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്, പക്ഷെ കുറ്റം ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പക്ഷെ ഫോർഗീവ് ചെയ്യുക എന്നുള്ളത് ഡിവൈൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ദൈവികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയാണ്. അത് നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ ഫോർഗീവ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രതികാരിയുടെ ജ്വാലയെല്ലാം അണഞ്ഞു പോകും, നമ്മുടെ ഭാരമെല്ലാം താഴെ ഇറക്കി വെക്കുകയാണ്. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയല്ല. സോ ഫോർഗീവ് ചെയ്യൂ. നിങ്ങൾ മനസ്സ് ശാന്തമാവട്ടെ. മറ്റൊന്ന് സ്മൈലാണ്. പലപ്പോഴും നമ്മളുടെ സ്മൈൽ മസിൽസ് ഒക്കെ തന്നെ ഇനാക്റ്റീവായി പോയിട്ടുണ്ട്. ചിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു അവസ്ഥയാണ്. പക്ഷെ അസ്വാഭാവികമായ അവസ്ഥയിലേക്ക് നമ്മൾ സ്ട്രെസ് മസിൽസിനെയൊക്കെ തന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സ്ട്രെസ് മസിൽസ് ആണ് ആക്റ്റീവായിട്ട് കിടക്കുന്നത്. തിരിച്ചു പിടിക്കണം ഒരു ക്വാളിറ്റിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടി ഒരു 300 തവണയോളം ഒരു ദിവസം ചിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാള് 15ഓ 20ഓ തവണയെ ഒരു ദിവസം ചിരിക്കുന്നുള്ളൂ. അപ്പൊ കുട്ടികളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്, നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കേണ്ട ഒരു ഇൻവേർഡ് ക്വാളിറ്റിയാണ്, സ്മൈൽ എന്ന് പറയുന്നത്. ഹാപ്പി ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കട്ടെ. അങ്ങനെ സ്മൈല് നമുക്ക് തീർച്ചയായിട്ടും തിരിപിടിക്കാൻ കഴിയണം. മറ്റേ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കണം. കാലം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു സ്വഭാവമാണ് തുറന്ന ചർച്ചകൾ. തുറന്നു പറയാനും പറയുന്നത് കേൾക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ്. എല്ലാവരും തിരക്കിലാണ്. ഓപ്പൺ ഡിസ്കഷൻസ് ഇല്ലാതായി. എല്ലാവരും ഓരോ തുരുത്തുകളായി മാറിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിക്കഴിഞ്ഞു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് എങ്കിലും വേണം. കുറച്ച് ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. എന്തും തുറന്നു പറയാനുള്ള ചങ്കുകളായിട്ടുള്ള ഫ്രണ്ട്സിനെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓപ്പൺ ഡിസ്കഷൻസ് എന്ന് ഇല്ലാതായിട്ടുണ്ട്. തിരിച്ചു പിടിക്കണം അത്തരം തുറന്നിട്ടുള്ള ചർച്ചകൾ, ഓപ്പൺ ഡിസ്കഷൻസ്. മറ്റൊന്ന്, നമ്മുടെ ബർണോഷായോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, മരണശയ്യയിൽ കിടക്കുമ്പോൾ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ആരായിട്ട് ജനിക്കാനാണ് തങ്ങൾക്ക് താല്പര്യമെന്ന്. അപ്പൊ ബർണോഷ പറഞ്ഞൊരു ഉത്തരമുണ്ട്, ആരായി ജനിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഇതുപോലൊരു മനുഷ്യനായി ജനിക്കണ്ട എന്നാണ് ബർണോഷ പറഞ്ഞത്. ഓർക്കുക, സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ബർണോഷ. അദ്ദേഹത്തിന് പോലും ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മരണശയ്യയിൽ കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങളെ പറ്റി എന്നാണ് സൈക്കോളജി പറയുന്നത്.
നമുക്ക് ചെയ്യാമായിരുന്നിട്ടും ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെ പറ്റി ഓർത്ത് നമ്മൾ വിഷമിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വിഷമിക്കാതിരിക്കണമെങ്കിൽ ടേക്ക് മോർ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ റിസ്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ചെയ്യാൻ കഴിയുമോ എന്ന് ശങ്കിച്ചിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു ശങ്കയുമില്ലാതെ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും പരാജയമുണ്ടാവും. പരാജയപ്പെടാത്ത മനുഷ്യരില്ല, വിജയം ഉണ്ടാവും. അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം എങ്കിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ശാന്തത കൈവരും എന്നാണ് പറയുന്നത്. മരണശയ്യയിൽ കിടക്കുമ്പോൾ ശാന്തത കൈവരണമെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയും എന്ന് സംശയമുള്ള റിസ്ക്കായ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. മറ്റൊന്ന് നമ്മൾ കുട്ടികളിൽ നിന്ന് കണ്ടു പഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ചോദിക്കുക എന്നുള്ളത്. കുട്ടികളെ ചോദിച്ച് വാങ്ങാറുണ്ട്. ഒരു ഐസ്ക്രീം തീർന്നാൽ ഉടനെ ചോദിക്കും, രണ്ടാമത്തെ ഐസ്ക്രീം ചോദിക്കും. അത് തീർന്നാൽ വീണ്ടും ചോദിക്കും, അത് തീർന്നാൽ വീണ്ടും ചോദിക്കും. ഒരു മടിയുമില്ലാതെ ചോദിക്കും. പക്ഷേ നമ്മൾ വലുതാവുമ്പോൾ എന്താണ് നമുക്ക് ചോദിക്കാൻ മടിയാണ്. അപ്പൊ നമ്മുടെ ഒരു സൈക്കോളജിയിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ കേട്ടതാണ്. SW കേട്ടിട്ടുണ്ടോ സർ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ഓക്കെ. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം കിട്ടണമെന്നില്ല. നമ്മൾ എല്ലാം കിട്ടൂല. നമുക്ക് എന്തായാലും കുറച്ച് കിട്ടിയേക്കാം. SW സം വിൽ, ചിലർ തരും. സം വിൽ നോട്ട്, ചിലർ തരില്ല. സോ വാട്ട്, അതുകൊണ്ട് എന്ത്? somebody is waiting for me. അതാണ് SW. ഫസ്റ്റ് SW സം വിൽ ചിലർ തരും. സം വിൽ നോട്ട്, ചിലർ തരില്ല. സോ വാട്ട്, മൂന്നാമത് സോ വാട്ട്. somebody is waiting for me. യെസ്, ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുക. ഒരു കടം ചോദിക്കുമ്പോൾ ഒരാൾ തരില്ല. ഓക്കെ, റിസീവ് ഇറ്റ്. സം വിൽ നോട്ട്, സോ വാട്ട്, നമുക്കെന്ത്, നോ പ്രോബ്ലം. somebody is waiting for me. ഒരു പ്രേമാഭ്യർത്ഥന നിരസിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയേണ്ടതെന്നാണ് പറയുന്നത്. സം വിൽ, ചിലർ നിരസിക്കും, ചിലർ സ്വീകരിക്കും. സോ വാട്ട്, somebody is waiting for me. അപ്പം നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളിൽ നിന്നും നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കേണ്ട ഒരു ഇൻവേർഡ് ക്വാളിറ്റിയാണ്, ഒരു ടുവേഴ്സ് ക്വാളിറ്റിയാണ്. നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കേണ്ട ഒരു ടുവേഴ്സ് ക്വാളിറ്റിയാണ്. അതാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അത് നമുക്കെല്ലാം അറിയാം. നന്ദിയുള്ളവൻ ആയിരിക്കണം എല്ലാറ്റിനോടും. പ്രകൃതിയോട്, നമ്മൾക്ക് ജന്മം നൽകിയ രക്ഷിതാക്കളോട്, നമുക്ക് അന്നം തരുന്ന കർഷകരോട്, വെള്ളവും വായുവും തരുന്ന ഭൂമിയോട്, എല്ലാത്തിനും ഉപരിയായി ഊർജത്തിന്റെ പ്രഭവ കേന്ദ്രമായ സൂര്യനോട്, എല്ലാറ്റിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്ക് നല്ല എല്ലാ അവയവങ്ങളും തന്ന, ആരോഗ്യമുള്ള ഒരു ശരീരം തന്ന പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥന എന്നുള്ളത് പ്രപഞ്ച ശക്തിയോടുള്ള അപേക്ഷയും ആശയവിനിമയവുമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം. ഞാൻ ഈ വർഷം തുടങ്ങിയതാണ്. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ നമ്മളിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കഴിവുകൾ, അനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ടൊറോണ്ടോ ബേർന്റെ ദ മാജിക് എന്നുള്ള പുസ്തകത്തിലും ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് വിശദമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത്രയ്ക്ക് ചെറുതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത്ര പവർഫുൾ ആയ ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നന്ദി പറയുക, താങ്ക് യു നോട്ട്സുകൾ എഴുതുക എന്നുള്ളതാണ്. വിദേശികൾക്ക് നമുക്കറിയാം, വിദേശികൾക്ക് നമ്മൾക്ക് വളരെ കൂടുതലുള്ള ഒരു ബിഹേവിയർ ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് അവിടെ വായിച്ചിട്ടുണ്ട്, അവർക്ക് സമ്പത്ത് കൂടാനുണ്ടാകുന്ന ഒരു കാരണം ഗ്രാറ്റിറ്റ്യൂഡ്. കേൾക്കുമ്പോഴും പറയുമ്പോഴും ഇരുവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന വാക്കാണ് താങ്ക് യു എന്ന് പറയുന്ന. അപ്പൊ ഇങ്ങനെ നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്.
യെസ്, ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, കേട്ടിട്ടുണ്ടാവും. നമ്മളിലെല്ലാം ദൈവിക അംശമുണ്ട് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്, മൈൻഡ് പവർ പറയുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യനെ ദൈവമായി സങ്കല്പിച്ചാൽ അതൊരു കൈക്കുമ്പിൾ നമ്മുടെ എല്ലാ സബ് കോൺഷ്യസ് മൈൻഡിലും ഉണ്ടാകും. എന്ന് വെച്ച് ദൈവമില്ല എന്നുള്ളതല്ല, ദൈവമുണ്ട്. ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. പക്ഷെ നമ്മുടെ മഹാത്രിയ റാ എന്ന് പറയുന്ന എഴുത്തുകാരൻ, പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, വിത്തൗട്ട് ഗോഡ് ഐ കനോട്ട്, ദൈവമില്ലാതെ ഞാനില്ല. വിത്തൗട്ട് മീ ഗോഡ് വിൽ നോട്ട്, ഞാനില്ലാതെ ദൈവമില്ല. ഗോഡ് പ്ലസ് മീ എനിത്തിങ് ഈസ് പോസിബിൾ. ദൈവം ഞാൻ കൂടി ചേരുമ്പോൾ എല്ലാം സാധ്യമാകും. ആ അചഞ്ചലമായ പ്രകൃതിയെ, പ്രപഞ്ചത്തെ, ദൈവത്തെ വിശ്വസിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ പവർ, മൈൻഡ് പവർ എല്ലാം വർദ്ധിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മളെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും നേടാനുള്ള ഒരു പവർ കൈവരുന്നു. മുനീബ അൻസാരി പറഞ്ഞതാണ്, ഐ കുഡ് നോട്ട് ഫൈൻഡ് എ ഹീറോ ഇൻ മൈ ലൈഫ്, സോ ഐ ബിഗെയിൻ വൺ. അദ്ദേഹം വളരെ പ്രശസ്തനായ മോട്ടിവേഷൻ സ്പീക്കറാണ്. ഇപ്പോൾ ഒരു തളർന്നു പോയ വ്യക്തിയാണ്. മുനീഫ അൻസാരി പറയുന്നത്, പീപ്പിൾ കോൾഡ് മീ ഡിഫറently abled. They found my disability, but I found my ability എന്നാണ് മുനീഫ അൻസാരി പറയുന്നത്. നോക്കുക, നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ കഴിയും? എന്താണ് നമ്മളുടെ ഡിമെറിറ്റ്സ് എന്ന് നോക്കി നടക്കുകയാണ്. മുനീബ അൻസാരിക്ക് പോലും ഇങ്ങനെ പറയാൻ കഴിയുന്നുവെങ്കിൽ എല്ലാ ആരോഗ്യവുമുള്ള ശക്തരായിട്ടുള്ള നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം. യെസ്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്നതാണ്, ഞാൻ പറഞ്ഞു. അതേസമയം ഇൻസ്പിറേഷൻ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും മോട്ടിവേഷൻ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് വേണം, നമുക്ക് വേണം. ഞാനത് കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാറ്റിനുപരിയായിട്ട് നിങ്ങൾ ഉള്ളിലുള്ള ഇൻസ്പിറേഷനെ നിങ്ങൾ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കണം. പോസിറ്റീവ് ചിന്തകൾ കൊടുക്കുകയാണെങ്കിൽ, ബേണിംഗ് ഡിസയർ കൊടുക്കുകയാണെങ്കിൽ, നിലനിർത്തുകയാണെങ്കിൽ, ആ ഇൻസ്പിറേഷൻ നിങ്ങളുടെ ഒരു ഉറവ പോലെ നിങ്ങളുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ മനസ്സ് വലുതാക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ ഒരു ശിഷ്യൻ ഒരു ഗുരുവിന്റെ അടുത്ത് പോവുകയാണ്. ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഗുരു, എനിക്ക് ദുഃഖമൊഴിഞ്ഞിട്ട് സമയമില്ല, എന്താണ് ചെയ്യേണ്ടത് ഞാൻ? ഗുരു ശിഷ്യനെ കൂട്ടി നേരെ ഒരു കാട്ടിലൂടെ ഒരു അരുവിയില് ഒരു തടാകത്തിനടുത്ത് വരികയാണ്. ആ തടാകത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ആ കയ്യിലുണ്ടായിരുന്ന ഉപ്പ് അവിടുത്തെ കലക്കിയിട്ട് കുടിച്ചു. ശിഷ്യൻ ചോദിച്ചു, ഈ ഉപ്പിച്ചിട്ട് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അതേ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്ത് കലക്കിയിട്ട് തടാകത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ തടാകത്തു നിന്നും ഉപ്പ് ആ വെള്ളം കോരി കുടിക്കാൻ പറഞ്ഞു. എനിക്ക് കുടിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു ഗുരു, അത് ശിഷ്യൻ. എന്നിട്ട് ഗുരു പറഞ്ഞത് ഇതാണ്, നിന്റെ മനസ്സ് ആ പാത്രത്തിന്റെ വലിപ്പമേ ഉള്ളൂ. അതൊരു തടാകത്തിന്റെയോ പുഴയുടെയോ കടലിന്റെയോ വലിപ്പമാക്കി മാറ്റണം. എങ്ങനെ? പറഞ്ഞു കൊടുത്തു. വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണുക. നമ്മൾ പ്രകൃതിയിൽ വ്യത്യസ്തമായ സ്ഥലങ്ങൾ സഞ്ചരിക്കുക. മനസ്സ് വലുതാവും. മനസ്സ് വലുതാക്കാൻ ഏറ്റവും നല്ല മതിയ നമ്മളെ ആ ഒരു ഗ്രാമത്തിൽ നിന്നും മാത്രം ഒതുങ്ങിക്കഴിയാതെ വ്യത്യസ്തമായ പ്രദേശങ്ങൾ, അവിടെയുള്ള ജീവിത രീതികൾ, സൗന്ദര്യം, രുചികൾ എല്ലാം ആസ്വദിക്കുക എന്നുള്ളതാണ്. ട്രാവലിംഗ് അത്രയ്ക്ക് പവർഫുൾ ആണ്. മനസ്സ് വലുതാക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ്. ഞങ്ങളുടെ അടുത്ത് വയനാട് ആയതുകൊണ്ട് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ ഞാൻ ബൈക്കിന് തന്നെ പോകാറുണ്ട്. ചുരം കയറി വളരെ രസകരമാണ് ആ ചുരം കാഴ്ചകളും. മനസ്സൊക്കെ വേറൊരു ലോകത്തായിരിക്കും. ഓഫീസിന്റെ സ്ട്രെസ് എന്നൊക്കെ തന്നെ നമ്മൾ പെട്ടെന്ന് വിട്ടകലാൻ നമുക്ക് കഴിയും. ട്രാവലിംഗ് ആണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് വായനയാണ്. വായന എന്നുള്ളത്
വളരെ നമ്മളെ അങ്ങ് മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. സാധാരണ നോവലുകളോ ഒന്നും അല്ല, വ്യത്യസ്തമായിട്ടുള്ള ജീവചരിത ഓട്ടോബയോഗ്രാഫീസും മോട്ടിവേഷൻ ബുക്കുകളൊക്കെയാണ് വായിക്കേണ്ടത്. അതാണ് നമ്മളെ വളർത്തുന്നത്. സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് റീഡിങ്ങില്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ എന്താണ്, നമുക്ക് ഓൺലൈനായിട്ട് ബുക്കുകൾ വരുത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഏത് ബുക്കും നമ്മൾ നമ്മുടെ വീടുകളിലെത്തും. അതുകൊണ്ട് വായന തുടങ്ങുക, ഇല്ലെങ്കിൽ വായന തുടങ്ങുകയാണെങ്കിൽ ഓർമ്മശക്തി വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അൾഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാൻ നല്ലൊരു ടോണിക്കാണ്, ഒരു സ്ട്രെസ് സിറപ്പാണ് നമ്മുടെ വായന എന്ന് പറയുന്നത്. അങ്ങനെ വായിച്ചുകൊണ്ട് മനസ്സ് വലുതാവുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് വർദ്ധിക്കും, നമുക്ക് ഇൻസ്പിറേഷൻ വർദ്ധിക്കും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്ത് കിട്ടും. മനസ്സ് വലുതാക്കണം. നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഒരിക്കൽ ഞാൻ ഒരു ചെറിയൊരു അസ്വസ്ഥ വന്നപ്പോൾ മാവൂർ ബോഡി അലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ മെഡിക്കൽ കോളേജിൽ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ ഞാൻ അസ്ഥി വാർഡും പാമ്പ് കടിയേറ്റ വാർഡൊക്കെ തന്നെ ഒന്ന് സന്ദർശിച്ചു. കാലിന് അണലി കടിച്ചിട്ടൊക്കെ കാല് മന്ത് കാല് പോലെ പെരുത്തിരിക്കുന്നു. ചിലരുടെ കാലുകൾ മരണത്തോട് പോരാടുകയാണ്. ഓർത്തോ വാർഡിലാണെങ്കിൽ കാലുകളുടെ എല്ലാം കമ്പി തുളച്ചിട്ടിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. വളരെ ദയനീയമായ കാഴ്ച. എന്റെ സ്ട്രെസ് എല്ലാം പോയി. നമ്മളിൽ തന്നെ ഒതുങ്ങുമ്പോഴാണ് സ്ട്രെസ്സുകൾ നമ്മളെ പിടികൂടുന്നത്. അങ്ങനെ പുറത്തേക്ക് മനസ്സ് വലുതാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ വലുതാക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഒരു നല്ലൊരു ജീവിതം, ഒരു ആനന്ദകരമായ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള മറ്റൊരു പേരാണ് ഇന്നർ മൈൻഡ് എന്ന് പറയാറുണ്ട്. അതുപോലെ അതിനെ അൺനോൺ മൈൻഡ് എന്ന് പറയാറുണ്ട്. ഇല്ലോജിക്കൽ മൈൻഡ് എന്നും പറയാറുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് ലോജിക് ഇല്ല. അൺനോൺ മൈൻഡ് ഇലക്ട്രിസിറ്റി പോലെയാണ്, കാണുന്നില്ല, അതിനെ കാണാൻ കഴിയില്ല. ഉള്ളിലാണത്, ഇന്നറാണത്, ഇൻസ്പിറേഷന്റെ സോഴ്സ് ആണത് ഇന്നർ മൈൻഡ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയുടെ ഉറവിടമാണത് ക്രിയേറ്റിവിറ്റി. അതുകൊണ്ട് ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള എന്ത് പേരുകളിൽ അറിയപ്പെട്ടാലും ശരി, വെള്ളത്തെ നമ്മൾ H2O എന്ന് പറയുന്നുണ്ട്, തണ്ണി എന്ന് പറയാറുണ്ട്. എന്ത് പേരിലായാലും ശരി H2O ആണ് എന്ത് ജലം. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ പവർഫുൾ ആക്കി മാറ്റാൻ, കരുത്തുറ്റതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നമ്മുടെ വളർത്തുന്ന ചിന്തകളെ നമ്മൾ താലോലിക്കണം, തളർത്തുന്ന ചിന്തകളെ നമ്മൾ വിട്ടുകളയണം. അങ്ങനെ നമ്മളെ വളർത്താനും നമ്മളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. അപ്പോഴാണ് നമ്മളുടെ കഴിവുകൾ പുറത്തു വരുന്നത്. അപ്പോഴാണ് നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, സ്മൈലിന്റെ ഒരു ആവരണം, ട്രസ്റ്റിന്റെ ഒരു കരുത്ത്, ഇതെല്ലാം നമ്മളിലേക്ക് നിലനിർത്തിക്കൊണ്ടേ നമുക്ക് പുറത്തേക്ക് പോകേണ്ടതുള്ളൂ. നമ്മളുമായി ഇടപഴകുന്ന സർവരിലേക്കും നമുക്ക് ഇത് പകർന്നു കൊടുക്കാൻ കഴിയണം, പകുത്തു കൊടുക്കാൻ കഴിയണം. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്തൊരു ചെറുപുഞ്ചിരി വിടണം. ഇനി ചെറുപുഞ്ചിരി ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖം കൂടുതൽ തിളക്കമുള്ളത് ആക്കി മാറ്റാനെങ്കിലും നമുക്ക് കഴിയണം. ഒരിക്കലും മറ്റുള്ളവരുടെ മുഖം ഇരുണ്ടതായി മാറാൻ നാം ഇടയാവരുത്. അങ്ങനെ ഒരു തിരിച്ചറിവോട് കൂടി പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് നിലനിർത്തിക്കൊണ്ട്, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നിലനിർത്തുമ്പോഴുള്ള ഗുണം ഓർക്കുക. നമ്മളിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, രോഗങ്ങൾ നമ്മോട് വിട വർദ്ധിക്കും. മറ്റൊരു അനുഭവം അതോടെ പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അത് പറയുന്നത് ക്യാൻസർ ഫോബിയ പിടിപെട്ട ഒരു സ്ത്രീയെ പറ്റി ഒരു അനുഭവ കഥ പറയുന്നുണ്ട് ജിതേന്ദ്ര അടിയ. ക്യാൻസർ ഫോബിയ, ക്യാൻസർ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സ്ത്രീയാണ്. ആ ഡോക്ടറെ സമീപിച്ച സ്ത്രീയാണ്. എത്ര പറഞ്ഞിട്ടും ആ ഫോബിയ മാറുന്നില്ല. ഒരു ക്യാൻസർ പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അന്ന് ആദിയാണ്, ഞാൻ എന്നാണ് ഇങ്ങനെ മരിക്കുക എന്നാണ് അവർ വിശ്വസിക്കുക. ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഒരു വർഷം അവർക്ക് ക്ഷീണം അനുഭവപ്പെട്ടു, തളർന്നു വീണു. ഡോക്ടർ ഈ ജിതേന്ദ്ര അടിയ ഇവരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
അവരുടെ കൗണ്ടിങ് ടെസ്റ്റ് ചെയ്തു. WBCയും RBCയും പ്ലേറ്റ്ലേറ്റും ടെസ്റ്റ് ചെയ്തു. ഞെട്ടിപ്പോയി. 3 അത്ഭുതകരമായ ഉയർന്ന സംഖ്യയിലേക്ക് വളർന്നിരിക്കുന്നു. നമുക്കറിയാം WBC കൂടിയാൽ, വളരെ ഒരു കാരണമില്ലാതെ WBC കൂടിയാൽ അത് ലുക്കേമിയ. മുംബൈയിലുള്ള ക്യാൻസർ വിദഗ്ധരൊക്കെ പറഞ്ഞു ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന്. ജിതേന്ദ്ര ആഡിക്ക് അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് ഈ സ്ത്രീയിൽ ക്യാൻസർ വന്നത്. അദ്ദേഹം യാതൊരു മരുന്നും കൊടുക്കാതെ ഈ സ്ത്രീയെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഈ സ്ത്രീക്ക് ഒരു ബോധ്യമുണ്ടായി, എനിക്കിത് മാറണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായി, ബേണിംഗ് ഡിസയർ ഉണ്ടായി സ്ത്രീക്ക്. അപ്പം ജിതേന്ദ്ര ആഡി അഫർമേഷൻ പറഞ്ഞു കൊടുത്തു. ഓരോ ദിവസവും എൻ്റെ ഓരോ ദിവസവും ഓരോ ശ്വാസത്തിലും എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് അഫർമേഷൻസ്. ഡേ ബൈ ഡേ, ഓൾ ദ വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഒരുപാട് അഫർമേഷൻ, കൃത്യമായ ടൂളുകൾ കൊടുത്തു, വായിക്കാൻ ബുക്കുകൾ കൊടുത്തു. അങ്ങനെ കൊടുത്ത് 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഒരു വാച്ച് ചെയ്യും ഡോക്ടർ. 6 മാസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത്ഭുതകരമായിരുന്നു, എല്ലാം നോർമലായിരുന്നു. പ്ലേറ്റ് എല്ലാ കൗണ്ടിങ്ങും നോർമലായിരുന്നു. ഇതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് മൈൻഡ് പവർ ട്രെയിനറായി മാറാനുള്ള ഗവേഷണത്തിലേക്ക് തിരിഞ്ഞത് ജിതേന്ദ്ര ആഡിയ. ഈ 2 സംഭവങ്ങൾക്ക് ശേഷമാണ്. ഒന്ന് ഞാൻ പറഞ്ഞ മദർ തെരേസയുടെ ഫിലിം കണ്ടിട്ട് പ്രതിരോധ ശക്തി വർദ്ധിച്ചതും, രണ്ടാമത്തത് ഈ നെഗറ്റീവ് ചിന്ത കൊണ്ട് രോഗമുണ്ടായതും. 2 കാരണങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മൈൻഡ് പവർ പഠിക്കാൻ തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു മൈൻഡ് പവർ ട്രെയിനറായിട്ട് അറിയപ്പെടുന്നത്. ഒരു മെഡിസിൻ പ്രൊഫസർ എന്ന നിലയിലല്ല അദ്ദേഹം അറിയപ്പെടുന്നത്, മൈൻഡ് പവർ ട്രെയിനർ എന്ന നിലയിലാണ്. നമ്മുടെ പ്രശസ്തനായ മൈൻഡ് പവർ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മൈൻഡ് പവർ ട്രെയിനർ എന്നറിയാം ഡോക്ടർ BP വിജയൻ സാറാണ്. ആ BP വിജയൻ സാറുടെ ഗുരുവാണ് ഡോക്ടർ ജിതേന്ദ്ര ആഡിയ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിന്റെ ശക്തി അറിയിക്കാൻ വേണ്ടി ഉള്ള കുറച്ച് ശ്രമമാണ് ഞാൻ നടത്തിയത്. ഉദാഹരണങ്ങളിലൂടെയും പിന്നെ അതുപോലെ അനുഭവ കഥകളിലൂടെയുമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സർ. ഓവർ ടു യു. ഓക്കെ സൈ സാർ, വളരെ മനോഹരമായ ഒരു സെഷൻ. പ്രത്യേകിച്ച് സാറ് മനുഷ്യന്റെ മൈൻഡ് പവറിനെ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, നമ്മളിലുള്ളവൻ നമ്മളെക്കാളും ശക്തിയുള്ളവനാണെന്ന് സാർ ഒരിക്കൽ കൂടി അത് തെളിയിക്കുക. എന്താണ് ആ ശക്തി, എങ്ങനെയാണ് ആ ശക്തി കൂടുതൽ ഗുണകരമായി മാറ്റേണ്ടത്. വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് മനുഷ്യന്റെ മനസ്സെന്ന് സാറ് ഓർമ്മിപ്പിച്ചു. നമ്മളുടെ യുണീക്നെസ് ആണ്. എന്നാൽ ഒരേ സമയത്ത് വളരെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പണക്കാരനെയും പാവപ്പെട്ടവനെയും എല്ലാം പരസ്പരം കാണാൻ സാധിക്കും. ഇതിനെല്ലാത്തിനും പുറകിൽ നിൽക്കുന്നത് ഒരു എനർജിയാണെന്നും ഈ എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മുടെ ബോഡിയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ തോട്ട്സിലും ഫീലിങ്സിലും എല്ലാം എന്തൊക്കെയാണ് ശ്രദ്ധേയമായ ചേഞ്ചുകൾ, അതെങ്ങനെ ഗുണകരമാക്കി മാറ്റാം എന്നുള്ളതാണ് സാറ് സംസാരിച്ചത്. ചിന്തകൾ പലതവണ ആവർത്തിച്ചാൽ, 10,000-കണക്കിന് തവണ പല പ്രാവശ്യം ആവർത്തിച്ചാൽ അതിന് കാന്തിക ശേഷി ഉണ്ടാകും. ഒരുപക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തരത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കുമെന്ന് സാർ ഓർമ്മിപ്പിച്ചു. സാർ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ബിലീവ് ഇൻ യുവർ സെൽഫ്, നമ്മളിൽ തന്നെ വിശ്വസിക്കാനുള്ള നമ്മളുടെ ശക്തി. അതുപോലെ തന്നെ ഒരിക്കലും പുറകോട്ട് പോകാതെ, നെവർ ക്വിറ്റ്, പുറകോട്ട് പോയി ചലഞ്ചസിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ എത്രമാത്രം സ്ട്രോങ്ങർ ആകാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഉദാഹരണമായി ഇടതുകൈയനായ ഒളിമ്പ്യനെ കുറിച്ച്, കരോളിനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉയർത്താം, എങ്ങനെ അത് നമ്മളൊക്കെ ഗുണകരമായി മാറ്റാം. അതിനൊരു മനോഹരമായ ഒരു ടെസ്റ്റും ജിതേന്ദ്ര ആഡിയുടെ ഒരു ടെസ്റ്റും സാർ പറഞ്ഞു. സലൈവയെ ആന്റിബോഡി എത്രമാത്രം ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സാമ്പിൾ. പോസിറ്റീവ് സ്റ്റോക്ക് നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് സാർ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കളിക്കുന്ന പന്തിന് എൻ്റെ ശക്തി അറിയത്തില്ല. ഇത് തന്നെയാണ് നമ്മളുടെ പ്രശ്നത്തിന് മുമ്പിൽ നമ്മളെടുക്കുന്ന
തീരുമാനങ്ങൾക്കും നമ്മുടെ ശക്തിയെ വെളിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വെച്ചത്. മനസ്സെങ്ങനെ വലുതാക്കിയെടുക്കാമെന്ന് സാർ പല മാർഗങ്ങൾ പറഞ്ഞു. വ്യക്തമായി വ്യത്യസ്തമായി ബുക്ക് വായിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ വ്യത്യസ്തമായി കേൾക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ വ്യത്യസ്തമായി കാണാനുള്ള കഴിവ്, വ്യത്യസ്തമായി ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറിനെ പുറത്ത് കാണിക്കാനുള്ള ഒരു വൈഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മൾ വ്യത്യസ്തനാണോ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ന് സാർ അത് ഓർമ്മിപ്പിച്ചു. 4 SWനെ കുറിച്ച് വളരെ വിജ്ഞാനപ്രദമായ രീതിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻവേർഡ് ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാകേണ്ട, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, എനിക്ക് തോന്നുന്നു സാർ അത് കൃത്യമായിട്ടത് തന്റെ ജീവിതത്തിൽ പകർത്തിയ തരത്തിലുള്ള ഫൊർഗീവ്നെസ്, സ്മൈൽ, ഓപ്പൺ ഡിസ്കഷൻ, അതുപോലെ റിസ്ക് എടുക്കാനുള്ള കഴിവ്, ആസ്ക്, മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം ഇൻവേർഡ് ക്വാളിറ്റീസ്. ഈ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് മറ്റുള്ളവരെ അറിയുക കൂടി ചെയ്യുമ്പോഴാണ് ക്വാളിറ്റീസിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ആയിട്ട് അത് നിലനിൽക്കുന്നത്. പിന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അതിന്റെ തലങ്ങളും, നമ്മൾ അറിയാത്ത ഒരുവൻ നമ്മളിലുണ്ട് എന്ന് ബൈബിൾ പറയുന്ന പോലെ, നമ്മൾ അറിയുന്ന ഒരാൾ നമുക്കുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിന്റെ പല ടെർമിനോളജീസും സാർ പറഞ്ഞു. ക്രിയേറ്റീവ് മൈൻഡ്, ഇന്നർ മൈൻഡ്, അൺനോൺ മൈൻഡ്, ഇല്ലോജിക്കൽ മൈൻഡ്. അതുപോലെ തന്നെ നമുക്ക് എന്താണോ നമ്മുടെ കഴിവ് അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു ജീവിത സമയമാണിത്. അത് വ്യക്തമായി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ കൃത്യമായി ഈ 1 മണിക്കൂർ സെഷനിലൂടെ സാറ് നൽകി. വളരെ സന്തോഷം. നമ്മളിലുള്ള ബേണിംഗ് ഡിസയർ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു തലം നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ മോട്ടിവേഷനാണ്, ഒരു ജീവിത അനുഭവമാണ് സാർ നൽകിയത്. താങ്ക് യു വെരി മച്ച്. ആർക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? തോമസ് സാർ. ഓക്കെ, സായി സാർ. സാറ് കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്പിറേഷൻ ടോക്കിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഉറയ്ക്കാൻ സഹായമായി. അതിന്റെ ഫോളോ അപ്പ് ആണ് സാറ് ചെയ്തത്. ഗുഡ്. ഒരു ദിവസം എടുത്ത് തീരുന്ന ക്ലാസ് അല്ലല്ലോ. ഓക്കെ. എന്തുകൊണ്ടാണ് പലരും, സാബു സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്നാലും എന്തുകൊണ്ടാണ് പലരും വ്യത്യസ്തമാവുന്നത്? നമ്മളുടെ പ്രോഗ്രാംസ് ആണ് സാർ പറഞ്ഞു തന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് വ്യത്യസ്തത, എന്തൊക്കെയാണ് ചിന്തകളാന്ന് പറഞ്ഞു. ചിന്തകൾ എങ്ങനെയായിരിക്കണം സാർ പറഞ്ഞു. ഊർജ്ജമാണ് എല്ലാം എന്ന് പറഞ്ഞു. പിന്നെ ഒരു ചിന്ത റിപ്പീറ്റ് ചെയ്യാൻ സാബു സാർ പറഞ്ഞാണ് ബിലീഫിന്റെ പ്രത്യേകത സാറ് പറഞ്ഞു. ബിലീഫിന്റെ പ്രത്യേകത പറയുമ്പോൾ ഞാനും ഒത്തിരി അനുഭവസ്ഥ സാറേ. എൻ്റെ മകള് ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് ഏതുപോലെ ചിന്തിച്ചപ്പോൾ MSW എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ MSW എൻട്രൻസ് എഴുതണമല്ലോ. മോൾ എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ ബാക്കി എല്ലാവരും ഓൾറെഡി കോച്ചിങ് കഴിഞ്ഞാൽ പോയത്. എൻ്റെ മകൾക്ക് എൻ്റെ മകളാണ് എന്നുള്ളൊരു കോച്ചിങ് അല്ലാണ്ട് വേറൊരു കോച്ചിങ്ങും ഇല്ല. ബട്ട് 15ാമത്തെ റാങ്ക് മോള് വന്നു. പക്ഷേ ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ ഒരു പേപ്പർ യൂണിവേഴ്സിറ്റി തടഞ്ഞു വെച്ചു. മോള് കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞോ, ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വെൽ ഇന്റൻഷൻ ഇന്റർഫിയർ, ഇതിനുള്ള ഒളിഞ്ഞിരിക്കുന്ന നന്മയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ആഗ്രഹം, മോൾ ഏതായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമ എടുത്ത ആളാണല്ലോ മോള്. നമുക്ക് ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് കോഴ്സ് കൊണ്ട് 1 ഇയർ അത് മോൾക്ക് എങ്ങനെയും കിട്ടുകയാണെങ്കിൽ അത് ഭാവിയിൽ ഗുണകരമാവുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഡാഡിയെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ അത് കിട്ടാൻ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ബൈ മിസ്റ്റേക്ക് ഒരാളിൽ നിന്ന് മിസ്റ്റേക്ക് ആയിട്ട് ഫോർവേഡ് ചെയ്ത് എന്നിലേക്ക് വന്നു. എനിക്ക് അയച്ചതല്ല, മറ്റൊരു തോമസിന് അയച്ചതാണ്. അത് എന്നിലേക്ക് വന്നു. ഞാൻ യൂണിവേഴ്സിറ്റി ചെല്ലുകയും കോർഡിനേറ്റർക്കാണ് എൻ്റെ മകൾക്കും ഭാര്യയ്ക്കും അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സാധിക്കും. കോവിഡ് സമയത്ത് ബാംഗ്ലൂർ നിംഹാൻസിൽ പോയി വന്ന ഒരു കേസ്, ഒത്തിരി മാസക്കാലം ചികിത്സയിലായിരുന്നു. ആ അസുഖം മാറിന് അതിൻ്റെതായ പ്രൊസീജിയർ അനുസരിച്ച് സമയമെടുത്ത് ടൈം. ബട്ട് പേരൻസിനും ക്ലയന്റിനും അല്ലെങ്കിൽ പേഷ്യന്റിനും ബിലീഫ് ഇല്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്നു എന്നോട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ പറഞ്ഞു, സാറിന്റെ ഒരു വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ്, സാറിന്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സാറ് ഉറച്ചൊരു വാക്ക് പറയണം. ഒക്കെ ആ വാക്കിന്റെ ഒരു ശക്തി. അപ്പൊ ആ ബിലീഫ് വലിയ സത്യം സാറേ. അതിൽ സാറ് റോജർ ബാരിസിന്റെ ഉദാഹരണം പറഞ്ഞു. പിന്നെ ആരാണ് സാറ് ചില ചോദ്യങ്ങൾ ഉള്ളിലേക്ക് ചോദിച്ചു, ഡയറക്റ്റ് ചോദിച്ചു. ആരാണ് നെഗറ്റീവിനെ നിന്റെ ഉള്ളിലേക്ക് പ്രോഗ്രാം ചെയ്തത്? പോസിറ്റീവിനെ തടയുന്നത് ആരാണ്? നമ്മുടെ സാധ്യതകളെ തടയുന്ന ആരാണ്? മുന്നോട്ടുള്ള പ്രയാണത്തെ തടയുന്നത് ആരാണ്? നിന്റെ ഇമ്മ്യൂണിറ്റി പവറിനെ നശിപ്പിച്ച്
രോഗപ്രതിരോധശേഷി നശിപ്പിച്ച് രോഗങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. വെൻ ലൈഫ് ഗെറ്റ്സ് ഹാർഡർ, ചലഞ്ച് യുവേഴ്സ് ടു ബി സ്ട്രോങ്ങർ. ഓക്കെ, സ്വന്തം റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. റെസ്റ്റ് എടുത്തോളൂ, പക്ഷേ കിറ്റ് ചെയ്യേണ്ട എന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു. കരോളി ഷൂട്ടറിന്റെ കാര്യം സാബു സാർ ഓടിച്ചല്ലോ. സ്വന്തം വിധിയെ വെടിവെച്ച് തോൽപ്പിച്ചു, അതാണ് സ്വന്തം വിധിയെ വെടിവെച്ച് തോൽപ്പിച്ചു എന്ന വാക്ക് സാർ ഉപയോഗിച്ചു. ഗ്രേറ്റ്. പിന്നെ പക്ഷികൾ വിശ്വസിക്കുന്നത് മരക്കൊമ്പിലല്ല സ്വന്തം വിങ്സിലാണെന്ന് പറഞ്ഞു. നമ്മൾ തന്നെ വിശ്വസിക്കണം. മോട്ടിവേഷൻ പുറമേ നല്ല ഉള്ളുന്നായിരിക്കണം. ബേണിംഗ് ഡിസയർ നമ്മളൊപ്പം ഉണ്ടായിരിക്കണം. ഉറക്കം കെടുത്ത സ്വപ്നമായിരിക്കണം, അത് വലിയ സ്വപ്നമായിരിക്കണം. അവർ പാട്ട് പാടി, സ്വപ്നങ്ങൾ ഞാൻ പാടി കൊളാക്കുന്നില്ല. ഓക്കെ, നല്ല മനോഹരമായ പാട്ട് പാടി. സ്ട്രെങ്ത് തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞു. മെന്റലി, സ്പിരിച്വലി, ഫിസിക്കലി അത് പാലൂട്ടി വളർത്തണം പോസിറ്റീവ് എന്ന് പറഞ്ഞു. ആറ്റിറ്റ്യൂഡ് അത് ഏറ്റവും വലുതാണെന്ന് പറഞ്ഞു. ജിതേന്ദ്രാഡിയുടെ കാര്യങ്ങൾ സാർ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞു. ഭയപ്പെട്ട രോഗി അത് സാറ് പറഞ്ഞാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണമെന്ന്. അത് പോസിറ്റീവ് സ്ട്രോക്ക് ഡയമണ്ട് ആണ് സാറ് പറഞ്ഞു. വാക്കുകൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും അഭിനന്ദത്തിന്റെയും പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുത്തിരിക്കണം. പിന്നെ വേറെ സാറ് എടുത്തു പറയുന്നത് പോസിറ്റീവ് സൊല്യൂഷൻ നിന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സബ് കോൺഷ്യസ്, നമ്മുടെ വിഷയത്തിന്റെ എല്ലാത്തിനുള്ള പോസിറ്റീവ് സൊല്യൂഷൻ നമ്മുടെ ഉള്ളിലുണ്ട് സാർ ഓൾറെഡി. അത് നല്ലൊരു പോസിറ്റീവായ സ്ട്രോക്ക് തന്നെയാണ്. നിന്റെ ഏത് പ്രശ്നം വന്നാലും നിന്റെ ഉള്ളിൽ അതിനുള്ള പോസിറ്റീവ് സൊല്യൂഷൻ ഉണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്നെ തളർത്താൻ കഴിയില്ല എന്ന പ്രശ്നത്തെ നോക്കി സംസാരിക്കാൻ സാറ് പറഞ്ഞു. ഓക്കെ, മനസ്സെങ്ങനെ വലുതാക്കേണ്ടതെന്നോട് സാറ് പറഞ്ഞു. സാർ അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നെഗറ്റീവ് എന്ന് വിട്ട് സാർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. വെള്ളമില്ലാത്തടത്തുനിന്ന് മോശമായ ആൾക്കാർ അപ്പൊ വിട്ടു വെക്കണം. എങ്ങനെ സൈബീരിയൻ കൊക്കിന്റെ ഉദാഹരണം സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഇപ്രാവശ്യം സൈബീരിയൻ കൊക്കിന്റെ ഉദാഹരണം പറഞ്ഞു. ക്വാളിറ്റീസിന്റെ ചില ക്വാളിറ്റീസ് ചേർത്ത് പിടിക്കേണ്ടത്. ഫോർഗിവ്നെസ് പറഞ്ഞു, സ്മൈൽ, പിന്നെ ഓപ്പൺ ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞു. ശാന്തത വരും. കാരണം ടേക്ക് മോർ റിസ്ക്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞാൽ മരിക്കാവുന്ന ശാന്തത വരും. സാർ ശരിയാണ്. കുറച്ചു കാലം മുമ്പ് ഒരു ഡോക്ടർ, സൈക്കാട്രി ഡോക്ടറാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കാൻ കിടക്കുന്ന വളരെ ദൂര ജില്ലയാണ്. ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. മരിക്കാനൊക്കെ ആയി. ക്രിസ്തുമത വിശ്വാസത്തിൽപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് അന്ത്യകൂദാശയും കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പോ പിതാവിന് എന്തോ ഒരു സങ്കടമുണ്ട് എന്ന് മകൻ സൈക്കാട്രിസ്റ്റ് ആണ് മനസ്സിലായി. അതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഞാൻ അവിടെ താമസിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ വിഷയം ഇതായിരുന്നു സാറേ, ആയ കാലത്ത് ചെയ്യാൻ പറ്റിയിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം നിർവഹിച്ചില്ല. ഉദാസീനത. അപ്പൊ അത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം. സോ അതെനിക്ക് മനസ്സിലായപ്പോൾ ഈ കിടക്ക വിട്ട് എഴുന്നേറ്റാൽ ഏതൊക്കെ രീതിയിൽ ഫുൾഫിൽ ചെയ്ത് ഞങ്ങൾ പ്രോഗ്രാം ചാറ്റ് എനർജി ദൈവം തിരിച്ച് കിട്ടുകയാണെങ്കിൽ എങ്ങനെ പൂർത്തീകരിക്കുന്നുണ്ടാക്കി പൂർത്തീകരിച്ച പോലെ വിഷ്വലൈസ് ചെയ്യുന്ന പ്രോഗ്രാം അതിലേക്ക് ഞാൻ കയറ്റി. അതാണ്. അപ്പോ അദ്ദേഹം അത് ഞാൻ പറഞ്ഞു വന്ന സാറ് പറഞ്ഞ കറക്റ്റാണ്. എൻ്റെ അനുഭവത്തിൽ തന്നെ കറക്റ്റാണ്. ഓക്കെ, ചോദിക്കണം എന്ന് പറഞ്ഞു സാർ. അത് SW അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബാക്കി എല്ലാവരും കേട്ടവരാണ്, ഞാൻ തുടക്കക്കാരനാണല്ലോ. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാമെന്ന് പറഞ്ഞു. പിന്നെ ഗോഡ് വിത്ത് മീ, ഗോഡ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിത്തിങ് ഈസ് പോസിബിൾ. റൈറ്റ്, നന്നായിട്ടുണ്ട്. അപ്പോ അൺകണ്ടീഷണൽ മൈൻഡ് ആണെന്നും ഇന്നർ മൈൻഡ് ആണെന്നും ക്രിയേറ്റീവ് മൈൻഡ്, ഇതൊക്കെ പറയുന്ന സാധനം. സോ ഗ്രേറ്റ് സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു. സാർ ഇങ്ങോട്ട് ജ്യോതികുമാർ സാർ പറയൂ. സാർ പറയട്ടെ. ഞാൻ അധികമൊന്നും പറയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിട്ട് അവലോകനം നടത്തി കഴിഞ്ഞു സർ. അല്ല, ഞാൻ പറയാണ്. അപ്പൊ ആ ഒരു ഇതില് എന്തായാലും നല്ല ഗംഭീരമായിരുന്നു. സ്വപ്നങ്ങൾ, ശരിക്കും സ്വപ്നമുണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തും. അതിനുള്ള ധാരാളം മെറ്റീരിയൽസിനെ പറ്റിയാണ് പറഞ്ഞത്. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലേ, അത് പറയുമ്പോൾ എനിക്ക് തമിഴിലൊരു പാട്ടുണ്ട്. ഉലകം പിറന്നത് എനക്കാക, ഓടും നദികളും എനക്കാക, മലർകൾ മലർവതും എനക്കാക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രകൃതിയിൽ ലയിച്ചുകൊണ്ട് പ്രകൃതിയൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മളെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം എന്താ പറയേണ്ടത്, വിഷമതകളിൽ നിന്ന് വളരെയധികം ഉയർന്നു ചിന്തിക്കാൻ സാധിക്കും. പിന്നെ പറഞ്ഞു പാലൂട്ടി നമ്മൾ വളർത്തുന്നു എന്ന്. അപ്പോഴും ഞാൻ പറയുന്നു ശിവാജി ഗണേശന്റെ പാലൂട്ടി വളർന്ന കിളി, പഴം കൊടുത്ത് പാർത്ത കിളി, നാളെ വരും കച്ചേരിക്ക് കണ്ണമ്മ. എല്ലാം പ്രതീക്ഷകളാണ്.
അല്ലേ? നമ്മൾ പാലൂട്ടി വളർത്തി അത് തീർച്ചയായിട്ടും അത് വരും, കച്ചേരി നടക്കും. ആ ഒരു ഇതിലേക്ക് ഞാൻ പോവാണ്. പിന്നെ പ്രത്യേകം എടുത്ത് പറയട്ടെ, ഞാൻ മെല്ലെ പറയാൻ പാടില്ല, പ്രണയ ജോഡികൾക്ക് ഒരിക്കലും എന്ത് വരുന്നില്ല എന്ന് കണ്ടെത്തിയത് അസുഖമോ ഒരു അൺഹാപ്പിനെസ്സോ ഇല്ല. കാരണം എന്താ, അവരുടെ പ്രത്യേക തലത്തിലല്ലേ. ഇത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തിരിക്കാൻ വെയിറ്റ് ചെയ്യുന്നതിന് പ്രയാസമുണ്ടോ? ഇല്ല. എത്ര ഒരു ഗ്യാസ് കുറ്റി എടുത്തിട്ട് അമ്മ പറയുമ്പോ മകൻ എടുത്തു കൊണ്ടാക്കാൻ 45 കിലോ എനിക്ക് പോകില്ല. പക്ഷെ 65 കിലോ ഉള്ള ഈ ഈ എന്താ പറയേണ്ടത്, നമ്മളെ പ്രണയിനിയെ പാർക്കിൽ എടുത്ത് പൊക്കി ഓടും. ആ വ്യത്യാസമാണ്. ഇതാണ് ആ തിങ്കിങ് ലെവൽ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചാൽ നമ്മളുടെ ശക്തി തിരിച്ചറിയാം. പിന്നെ ചാണക്യനെയും ആൽബർട്ട് ഐൻസ്റ്റീനെയും സബീരം പക്ഷികളെയും ആ ഫർണാഡ് ഷാന്റെയും അവസാനത്തെ പാട്ടിൽ ഞാൻ സ്വല്പം ഒന്ന് മിസ്സായിപ്പോയി. പിന്നെ നല്ലൊരു സ്ലൈഡ് കാണിച്ചു, നമ്മുടെ അദ്ദേഹത്തിന്റെ അവാർഡ് വാങ്ങിയല്ലോ അദ്ദേഹം. ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴും ഒരു ചെടി കയ്യിൽ കരുതിക്കൊണ്ട് പോകുന്നു, ഇല്ലേ? വനമിത്രയുടെ ഒരു അവാർഡ് വാങ്ങിയ. പക്ഷെ ഒരു സജഷനും കൂടിയുണ്ട്, അങ്ങനെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരും കൂടി അതിലൊന്ന് ചേർത്താൽ നല്ലതായിരുന്നു. പേര് കാണാനില്ല, അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതൊരു റെക്കഗ്നീഷൻ കൂടിയാണല്ലോ അദ്ദേഹത്തിന്, ഞങ്ങൾക്ക് ഓർക്കാനും. അത്രേ ഉള്ളൂ. എല്ലാം വളരെ നന്നായിരുന്നു, നല്ലതാണ്. ആയതുകൊണ്ട് ഉലകം പിറന്നത് നമുക്കാകെ. താങ്ക് യു. ലെനൻ സാർ, സൈപ്രസ് സാർ തിരക്കുണ്ടോ? ലെനൻ സാർ കേൾക്കുന്നില്ലല്ലോ. സാറേ കേൾക്കുന്നില്ലേ സാർ? കേൾക്കാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മളെ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നമുക്ക് നമ്മളെ തന്നെ അറിയാൻ, നമ്മളറിയുക, നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്, അതാണ് ഉപബോധ മനസ്സ്. നമ്മളെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നത് ഉപബോധ മനസ്സാണ്. ഈ ഉപബോധ മനസ്സിനോട് നാം ആവശ്യമൊക്കെ ചോദിക്കുക. സാറ് ചോദിക്കാൻ പറഞ്ഞത് ഈ ഉപബോധ മനസ്സിനോടാണ്. ഉപബോധ മനസ്സിനോട് നാം എന്താവശ്യപ്പെടുന്നു, നിരന്തരമായി ആവശ്യപ്പെടുന്നു, അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പൗലോ കൊയ്ലോ പറഞ്ഞ അത് തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൻ്റെ പുറകിൽ ഈ പ്രകൃതി വരെ നമ്മോടൊപ്പം നിൽക്കും. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഈശ്വരൻ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ ഈശ്വരനും ഇല്ല. ജനതയില്ലാതെ ക്ഷേത്രങ്ങളോ പള്ളികളോ ജീവിച്ചിരിക്കുന്നു. അവിടെ അങ്ങോട്ട് കാണാൻ പോകുമ്പോൾ ഞാൻ ഉള്ളത് കൊണ്ടാണ് കാണാൻ പോകുന്നത്. പക്ഷെ ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ സൃഷ്ടാവിനെ കാണാനുള്ള എനിക്ക് യാതൊരു അയോഗ്യതയുമില്ല. ഇത് പരസ്പരം നാം അറിയുമ്പോൾ നാം ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അഭിമാനപൂർവം പറയാം. പലരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാളുടെ ഉള്ളിലേക്ക് നോക്കുന്നേയില്ല. എനിക്ക് തരാനുള്ളതെല്ലാം രണ്ടും കൈ നീട്ടി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ അപ്പുറത്ത് എന്താണെന്ന് അന്വേഷിക്കുകയാണ്. നമ്മുടെ കസ്തൂരിമാന്റെ ഉള്ളിലുള്ള ആ കസ്തൂരി അന്വേഷിച്ച് മാൻ പറക്കുകയാണ്, ദൂരം ഓടുകയാണ്. എൻ്റെ ഉള്ളിലുള്ള കസ്തൂരിയെ എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മനുഷ്യ ജീവിതത്തിന് വ്യർത്ഥമായ ഒരു മുന്നേറ്റമാണെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. സാറിന്റെ വാക്കുകൾക്ക് ഒത്തിരി നന്ദിയുണ്ട് സാർ. നന്ദി, നമസ്കാരം. സാധു സാറേ. യെസ്, വേറെ ആരും പറയുന്നേ? ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യൂ. സെയ്ദ് അബ്ദുൽ കരീം സാർ. ജോർജ് സാർ പറയും. വളരെ നന്നായിരുന്നു. നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ളത് റിയലൈസ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും എത്തിച്ചേരാൻ കിട്ടിയില്ല. നമ്മുടെ ഡീപ്പ് ബേണിംഗ് ഡിസയർ എന്താണോ അതാണ് നമ്മൾ എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹമാണ് നമ്മൾ തന്നെ, നമ്മുടെ വ്യക്തിത്വം തന്നെ. ഡീപ്പ് ബേണിംഗ് ഡിസയർ പോസിറ്റീവ് തന്നെ ആയില്ലെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ ഡീപ്പ് ബേണിംഗ് ഡിസയർ ഉണ്ട്. പക്ഷെ അത് സാർ പറഞ്ഞ പോലെ ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കണമല്ലോ. ആ ഡിസയർ നെഗറ്റീവ് ആയാലും ചില നമ്മൾ സിനിമകളുടെ ഒക്കെ കാര്യങ്ങളും, ചില സിനിമകളുണ്ട് പ്രതികാരത്തോടു കൂടി മാത്രം ജീവിക്കുന്ന വ്യക്തികൾ. തന്നെ ഉപദ്രവിച്ചവരെ മുഴുവൻ
തകർക്കുന്ന ഒരു കമലഹാസന്റെ ഒരു റോൾ ഉണ്ടല്ലോ, ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയി. എല്ലാവരെയും ഉപദ്രവിച്ചവരെ മുഴുവൻ തകർക്കാൻ വേണ്ടി ബാക്കി ശേഷകാലം ജീവിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഡിസൈറുകളും ഇതിൻ്റെ അത് തെറ്റായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ കാണുക, നല്ല കാര്യങ്ങൾ വായിക്കുക. ആദ്യമേ തന്നെ നമ്മുടെ ഈ രാവിലെ വരുന്ന പത്രം വായിക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ രാവിലെ മുഴുവൻ നെഗറ്റീവ് ആണ്. അവിടെ അതെ അതെ, ന്യൂസ് പിന്നെ നമ്മൾ ശകലേ വായിക്കുന്നുള്ളൂ. മറ്റേതല്ല ഇന്നത്തെ ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു വിഷമമായി പോകും സത്യം പറഞ്ഞു. മുഴുവൻ നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് തോട്ട്സ് അല്ലേ നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ മലയാളം പേപ്പറിനേക്കാളും കുറച്ചും കൂടെ ഭേദമാണ് ഇംഗ്ലീഷ് പേപ്പർ. അവർ കുറച്ചും കൂടെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. മലയാളം പേപ്പർ ആണെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിന് പൊടിപ്പുന്നെങ്കിലും കൊടുത്ത് അത് കൂടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. കാരണം മലയാളി അത് ആഗ്രഹിക്കുന്നു എന്ന് അവർ വിചാരിക്കുന്നു. മലയാളി അങ്ങനെ ആഗ്രഹിക്കാവുള്ളൂ എന്ന് അവർ ആഗ്രഹിക്കുന്നു. മലയാളിയെ കൊണ്ട് മലയാളി ഇങ്ങനെ ആക്കുന്ന വാസ്തവത്തിൽ അവരാണെന്നും കൂടെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞാലേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചവർക്ക് അന്നൊക്കെ ഏത് കാലത്തും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഓരോരുത്തരെ അവർ പിടിച്ചെടുത്തു വലിച്ചെടുത്തു എന്നൊക്കെ പറയുന്നു. പക്ഷെ അവരൊരു പ്രത്യേക ഒരു പർപ്പസിന് വേണ്ടി അവർ ജീവിതം ഒഴിഞ്ഞു വെക്കുകയും അതിനുവേണ്ടി അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവർ ജീവിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഒരു മൈൻഡ് പവർ തന്നെയാണ്. മൈൻഡ് പവർ ഉള്ളവർക്ക് ലോകത്തിൽ എന്തും ചെയ്യാൻ കഴിയുള്ളൂ. അതല്ല നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഇതിനൊരു മൈൻഡ് പവറിന്റെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലൊരു ധൈര്യമാണ്. ആ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സമൂഹത്തിൽ നിന്ന് വരുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇന്നിപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഈ തിരുവനന്തപുരത്ത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനൊരു ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളും കൂടെ ആയിരുന്നു പറയുകയാണ്, ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു വ്യവസായ താല്പര്യമുള്ള എല്ലാവരും തന്നെ സ്കെയിൽ ഡൗൺ ചെയ്യാൻ പുറകോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് ഈസ് നോട്ട് ഗുഡ്, നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഈ ഡിസയറുകളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ പോകാതെ വരുമ്പോൾ അവർക്ക് ഡിപ്രഷൻസ് ഉണ്ടാകാം. അവർ പിന്നെ സമൂഹത്തിലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാകാം. അത് കൂടുതൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാഹചര്യങ്ങളും കൂടെ കുറച്ച് അഡ്മിനിസ്ട്രേഷൻ സാഹചര്യങ്ങളൊക്കെ കൂടെ ഒന്ന് അനുകൂലമായി തീർന്നാൽ മാത്രമേ ഇതൊക്കെയാ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇത് നേരത്തെ നമുക്ക് വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും സാറ് വളരെയധികം ഉദാഹരണങ്ങളോടുകൂടി സാറേ ബെർണാഡ് ഷായുടെ കാര്യം പറഞ്ഞു. എനിക്ക് കേൾക്കാൻ പറ്റില്ല, അത് എന്തായിരുന്നു ഒന്നും കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. ബെർണാഡ് ഷായുടെ കാര്യം സാറൊന്ന് പറഞ്ഞു. ബെർണാഡ് ഷായുടെ മരണശൈലിയിൽ കിടക്കുമ്പോൾ ചോദിച്ചാണ്, അടുത്ത ജന്മം ഉണ്ടെങ്കിൽ താങ്കൾക്ക് ആരായി ജനിക്കാനാണ് ആഗ്രഹം? അപ്പോൾ പറഞ്ഞത്, ആരായി ജനിച്ചാലും എനിക്ക് ഇതുപോലൊരു മനുഷ്യനായി ജനിക്കേണ്ട എന്നാണ്. തൃപ്തനല്ല എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തുടർന്നും ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. റോയ് സാർ, ജോർജ് സാർ, സാറേ എനിക്ക് അവസാന ഭാഗത്തെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും ഭയങ്കര മോട്ടിവേഷണൽ എഫക്റ്റ് ആയിരുന്നു കംപ്ലീറ്റ്. ഇൻവേർഡ് ക്വാളിറ്റീസും, അതായത് ഫോർഗീവ്നെസ് മുതൽ അങ്ങ് ഗ്രാറ്റിറ്റ്യൂഡ് വരെയുള്ള പല ഇൻവേർഡ് ക്വാളിറ്റീസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ദൈവം കൂടെ ഉണ്ട് എങ്കിൽ പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട് എങ്കിൽ എല്ലാ കാര്യങ്ങളും നേടാം എന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ സാറ് ഒരു മോട്ടിവേഷനിലാണ് നമുക്ക് തന്നത്. അതായത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്സ് ആണ് സാർ ഈ ക്ലാസ്സിലൂടെ എല്ലാവർക്കും കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. സാബു സാറിന്റെ സമ്മറൈസ് ചെയ്തതിനകത്ത് നിന്ന് എനിക്ക് കിട്ടി. ഇത് ബാക്കി ഞാൻ നാളെ കേട്ടോളാം. ഏതായാലും ഇന്നിപ്പോ പൊതുവെ മോട്ടിവേഷൻ എഫക്റ്റ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ജോറി സാർ പറഞ്ഞോണം, മീഡിയയും എല്ലാം ഒരു മോട്ടിവേഷൻ അല്ല, ഒരു നെഗറ്റീവ് ഇംപ്രഷൻ. അപ്പൊ ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകളും ഇതൊക്കെയാണ് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ അതുപോലുള്ള സാർ പറഞ്ഞ പോലെ റീഡിങ്സ് ഒരു മോട്ടിവേഷൻ എഫക്റ്റ് കിട്ടും. അതുപോലെയുള്ള ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ, ഈ ന്യൂസ് പേപ്പറൊന്നും വായിച്ചു കഴിഞ്ഞാൽ മോട്ടിവേഷൻ കിട്ടാൻ പാടാം. വളരെ ഇതാണ്. ഓക്കെ, അപ്പോ ഈ മോട്ടിവേഷൻ എഫക്റ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ വളരെയധികം ഡെവലപ്പ് ചെയ്യും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും സുഹൃത്തുക്കൾ വേണം.
എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻവേർഡ് ക്വാളിറ്റീസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിവേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, അതൊക്കെ വളരെയധികം ഇതായിട്ട് തോന്നി. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ ആ സ്പീച്ചിന് ഒരു മോട്ടിവേഷൻ എഫക്റ്റ് ഇല്ലാണ്ട് വരുന്നു. ഞാനത് പോയിന്റ് ഔട്ട് ചെയ്തതാണ്. സാർ പറയുന്ന എല്ലാം മോട്ടിവേഷനാണ്, പക്ഷെ ആ ഒരു മോട്ടിവേഷൻ എഫക്റ്റിങ് വരുന്നില്ല. ആ സൗണ്ടിന്റെ ഒരു ഇതിനാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാനിങ്ങനെ വേറെ മോട്ടിവേഷൻ കേട്ടോണ്ടിരുന്നിട്ടാണോ എന്നാണോ എനിക്ക് അങ്ങനെ തോന്നി. അത് കഴിഞ്ഞ അവസാന ഭാഗമായതുകൊണ്ടാണോ ഒരു വേർഡ്സിന് ഒരു മോട്ടിവേഷൻ എഫക്റ്റ് ഉണ്ട്. സാർ പറയുന്നത് മുഴുവൻ മോട്ടിവേഷനാണ്, അതിന് വളരെ ഇതാണ്. പക്ഷെ അതിന്റെ ഒരു പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു പിച്ച് ഇച്ചിരി മോട്ടിവേഷൻ അതും കൂടെ ഉണ്ട് എങ്കിൽ വളരെ മോട്ടിവേറ്റീവ് ആണ്. ഞാനത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ സാറേ. അത് ഈ പറയുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള പോലെ വരുന്നതും ഒരു മോട്ടിവേഷൻ എഫക്റ്റ് ഇച്ചിരി കിട്ടിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ സാർ, അത് രാവിലെ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ എത്തിയതേ അതെനിക്ക് മനസ്സിലായി. എന്നാലും അതൊരു സാറ് നിന്നാണ് സംസാരിക്കുന്നത്, നിന്ന് പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം അപ്പം പൊതുവെ ഇപ്പൊ ഈ പകലുള്ള ഇതും ചൂടും അതുപോലെ ഞാനും ഒരാൾക്ക് പകരം ആ സാറിനും പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ അതിൻ്റെതായ അല്ല, സാറ് പറയുന്നതെല്ലാം മോട്ടിവേഷൻ എഫക്റ്റ് ആണ്. പക്ഷേ അത് കേൾക്കുമ്പോഴും അതിന്റെ മീനിങ്ങും വെച്ചുകൊണ്ടാണ് നമ്മൾ മോട്ടിവേഷൻ. മറ്റേ ഇത് വരും ആ ഒരു ശബ്ദത്തിൽ സംഭവം കൊണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും വളരെ ഇപ്പൊ ഞാൻ ആ കേട്ട ഭാഗം മുതൽ അവസാനം വരെ എല്ലാം മോട്ടിവേഷണൽ എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു മോട്ടിവേഷൻ എഫക്റ്റ് കിട്ടുവാനായിട്ട് നമ്മള് കുറെ ഇൻവേർഡ് ക്വാളിറ്റീസ് കൂടെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഒരു മോട്ടിവേഷൻ എഫക്റ്റ് തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓക്കെ സാർ, ഞാനത് ബാക്കി സാറിന്റെ സാബു സാറ് പറഞ്ഞതാണ് ഞാൻ ബാക്കി കേട്ടത്. പക്ഷെ എനിക്ക് ആ അവസാനത്തെ ഭാഗം വളരെ മോട്ടിവേഷണൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, വേറെ ആരുള്ള? ജോർജ് സാർ, ഇന്ദിരാ മാം ഉണ്ട്. ആർക്ക് അഡ്മിറ്റ് ചെയ്യാം? അഡ്മിറ്റ് സംസാരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സൈ സാറിനെ വിടാം. സാറും ടയർഡ് ആയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ സാറേ. വളരെ നന്നായി തോന്നി, വലിയ സന്തോഷം തോന്നി, ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടി. പ്രത്യേകിച്ച് അതർ നെയിംസ് ഫോർ സബ് കോൺഷ്യസ് മൈൻഡ്സ്. അത് കൊള്ളാം. ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയായിരുന്നു. പലതും സംശയത്തിലിരുന്നതിനെ ഒന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷം സാറേ, വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇപ്പൊ സാബു സാർ പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കുറച്ച് ഷോർട്ട് ടൈമിൽ വന്നിട്ട് ഇത്രയും നല്ല പ്രസന്റേഷൻ നടത്തിയല്ലോ. എങ്ങനെയൊക്കെ പറഞ്ഞാലും കേൾക്കുന്നവന്റെ മനസ്സിൽ അർത്ഥം കൊടുക്കുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാവാം. എന്തായാലും വളരെ സന്തോഷം തോന്നി സാർ. മോർ താങ്ക്സ്. സാറേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ സാർ. അബ്ദുൾ റഹീം സാർ പറയൂ. ഓക്കെ. സാറ് വളരെ നല്ല ക്ലാസ് എടുത്തു. അതിൽ ഫോർ പല കാര്യങ്ങളും അറിഞ്ഞു. പക്ഷെ ഞാൻ കുറച്ചും കൂടി വേറെ ഒരു ലൈനിലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതായത് സാറ് ഏജ്ലെസ് മൈൻഡിന് അതായത് ഇതിന് വയസ്സാവുന്നില്ല എന്നുള്ളൊരു ഹെഡിങ്ങിലൂടെ ആയിരുന്നല്ലോ. അതിന് കൂടുതൽ പ്രസന്റേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഏതായാലും എന്റെ അഭിപ്രായ പ്രകാരം ഈ മൈൻഡ് എന്ന് പറയുന്ന സബ് കോൺഷ്യസ് എന്നോ പല പേരുകൾ അറിയപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ അതാണ് ആത്മാവ്. അത് ദൈവത്തിന്റെ ഒരംശം കൂടി. അതുകൊണ്ടാണ് നമുക്ക് ഏജ്ലെസ് ആയി നമുക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 60 വയസ്സ് ജീവിച്ചെങ്കിലും ഒരു 60 വയസ്സായ ഒരാള് തോന്നുന്നു 5-6 വർഷമേ ജീവിച്ചിട്ടുള്ളൂ ഇപ്പോഴും എന്നുള്ളത് നമ്മളെ മൈൻഡിന് തോന്നും, അതായത് ആത്മാവിന്. അതേ സമയത്ത് 60 വയസ്സാകുമ്പോൾ നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ വളരെ വീക്കായി പല രോഗങ്ങളൊക്കെ വന്ന് നമ്മൾ വയസ്സനായി ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ മൈൻഡിന് അത് ഒരിക്കലും തോന്നുന്നില്ല. ദാറ്റ് മീൻസ് ദ പോർഷൻ ഓഫ് ആത്മാവ്, സോൾ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. സാറ് അതിനെ കുറിച്ച് പറയാമോ? ഹലോ സാർ കേൾക്കുന്നുണ്ടോ? മൈൻഡ്, അതായത് മൈൻഡിന് വയസ്സാവുന്നില്ല എന്നുള്ള ഒരു പ്രതിഭാസം നമുക്ക് തോന്നാറുണ്ടല്ലോ. 60 വയസ്സായാലും നമുക്കൊരു 5-6 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ, ഒരു 5-6 വർഷം ആയുള്ളൂ നമ്മളെ ആത്മാവിന് അങ്ങനെ ഒരു തോന്നല. അത് 60 വയസ്സാകുമ്പോൾ നമുക്ക് ബോഡിയൊക്കെ വീക്കായി വയസ്സായ അനുഭവങ്ങൾ ഉണ്ടാവും ചെയ്യും.
അപ്പൊ അത് നമ്മള് അതായത് ഡിവൈൻ ആയതുകൊണ്ടാണ് സാറേ അത് നമ്മുടെ ദൈവിക അംശം കുടികൊള്ളുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ദൈവിക, അത് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറയാം. അപ്പൊ അത് നമ്മളെ പല കാര്യം കൊണ്ട് അത് വീക്ക് ആവാം, സ്ട്രോങ് ആവാം. നമ്മളെ ചിന്താഗതിക്കനുസരിച്ചാണ് നമ്മള് ചിലർക്ക് പ്രായം തോന്നുകയില്ല. നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളൊക്കെ വെച്ചാല് വളരെ ഇപ്പോ മമ്മൂട്ടിനൊക്കെ നമ്മള് പെട്ടെന്ന് ഉദാഹരണമായിട്ട് പറയും, അങ്ങനെ പറയില്ല, വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാള് നമുക്ക് ഏജില് ഭൗതികപരമായിട്ടും അല്ലാതെയും ഒന്നും തന്നെ പ്രായം തോന്നില്ല. അപ്പൊ നമ്മുടെ ഡിവൈൻ ആയിട്ടുള്ള ഈ ഒരു അംശം ഉള്ളത് കൊണ്ടാണ് ഞാൻ പഠിച്ചത്, അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷെ അത് സാറേ നമ്മൾ ഈ ദൈവവിശ്വാസികൾ മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആ ഡിവൈൻ എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയാണ്. നമ്മുടെ ദൈവികം എന്ന് വെച്ചാല് ഈ ഒരു തരത്തിലല്ല നമ്മൾ കാണുന്നത്, പ്രപഞ്ച ശക്തിയാണ്. അതിന്റെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദൈവം എന്നുള്ളതാണല്ലോ അതിനെ മനസ്സിലാക്കണത്. പക്ഷേ പ്രപഞ്ചത്തിനൊരു ശക്തി ഉണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് അംഗീകരിച്ചതാണ്, അത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ. എത്തിസ്റ്റുകള് അല്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും വിശ്വസിക്കാം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്തായാലും ഒരു സുപ്രീം പവർ ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. പ്രകൃതിയുമായിട്ടുള്ള ഒരു വിധേയപ്പെടലാണ് അല്ലേ സാർ? ഒരു വിധേയത്വം നമുക്ക് ഒരു ട്രസ്റ്റ് വർത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ വരും. അതെ അതെ, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഫാസിസ്റ്റ് ഒക്കെ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ആരോടെങ്കിലും ഒക്കെ ചില എന്താ പറയാ ഒക്കെയുള്ള ഒരു വിശ്വാസവും തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മള് എന്തിനായാലും ആ ഒരു പവർ നമ്മളിലുണ്ട്, യൂണിവേഴ്സിലുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് മൈൻഡ് പവർ പറയുന്നത്. മൈൻഡ് പവർ ഒരിക്കലും ദൈവവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അമ്പലത്തിലും പള്ളിയിലും പോകാനൊന്നും ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അതേസമയം മൈൻഡ് പവർ അനുസരിച്ച് ഒരു സുപ്രീം പവർ ഉണ്ട് എന്നുള്ളതാണ് മൈൻഡ് പവർ പറയുന്നത്. സുപ്രീം പവർ, അതിന്റെ ഒരു അംശം നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? വേർ ഈസ് സിറ്റുവേറ്റ് മൈൻഡ്? വേർ ഈസ് മൈൻഡ് സിറ്റുവേറ്റ്? എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? മൈൻഡ് എവിടെയാണ്? യൂണിവേഴ്സിലാണ്. അത് കാണാൻ ഭൗതിക വസ്തു എന്നല്ല, അതൊരു യൂണിവേഴ്സൽ മൈൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. നമ്മുടെ ടെലിപ്പതി പോലുള്ള അതീന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് മൈൻഡ് പവർ വിദഗ്ധന്മാരൊക്കെ പറയുന്നത്. നമ്മുടെ ചിന്തകള് ഇത് ശരിക്കും നമ്മുടെ പ്യുവർ സയൻസ് പോലെ ഫിസിക്സ് പോലെയൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇലക്ട്രിസിറ്റി പോലെയാണ് മൈൻഡ് പവർ എന്ന്. കാണാൻ കഴിയില്ല, പക്ഷെ ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ജിതേന്ദ്ര ആഡിയ വളരെ വ്യക്തമായിട്ട് പരീക്ഷണങ്ങളുടെ തെളിയിച്ചാണ്, ഒന്നും രണ്ടും അല്ല. അതിനുശേഷമാണ് ഒരു മെഡിക്കൽ പ്രൊഫസർ ആയിട്ടുള്ള ജിതേന്ദ്ര ആഡിയ ഒരു മൈൻഡ് പവർ ട്രെയിനറായി. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മൈൻഡ് പവർ എന്നുള്ളത് മനസ്സിന്റെ ശക്തിയാണ്. ആ ശക്തി നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടാണ്. ചില സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഹൃദയത്തിന്റെ ഭാഗത്താവാം, ചില സമയത്ത് മൂർധാവിലാവാം, ചില സമയത്ത് ബ്രെയിനിന്റെ അകത്താവാം. പല ചിന്തകളും പല സമയത്ത് പല ഫീലിങ്സ് ഉണ്ടാവുമ്പോ പല ഭാഗത്ത് ഫീൽ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഇന്ദിരമ്മ അൺമ്യൂട്ട് ചെയ്തായിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ മാം? അന്നമ്മ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷൈ സാർ വളരെ പറയും. എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി, ഈ സെഷനിൽ നിന്ന് കുറെ മോട്ടിവേഷൻ കിട്ടി. സാർ കുറെ മോട്ടിവേഷണൽ കോട്ടുകൾ പറഞ്ഞു. അതുപോലെ എഡ്മണ്ട് ഹിലാരി, റോജർ ബെനിസ്റ്റർ, അവരെല്ലാം വിമ റുഡോൾഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കതൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഇൻവേർഡ് മോട്ടിവേഷൻ, ഇൻവേർഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു എനിക്ക്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈ സാർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതുപോലുള്ള നല്ല ചൂടുള്ള വിഭവങ്ങളുമായിട്ട് വീണ്ടും വരിക, നമുക്ക് പരസ്പരം അങ്ങോട്ട്. അന്നമ്മ മാം പറയും. ഹലോ സാറേ, വളരെ ഉപകാരപ്രദം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് പോയോ?
മ്യൂട്ടായതാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ ദിവസം നമ്മുടെ സാധാരണ പോലെ തന്നെ സൈക്കാട്രിയുടെ ക്ലാസ് ആണ്. പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കണ്ടിന്യൂഷൻ ആണ്. നാളെ കഴിഞ്ഞ് ഒമിക്രോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്ടറാണ് ക്ലാസ് എടുക്കുന്നത്. ഒമിക്രോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളൊരു ക്ലാസ് ആണ്. സൺഡേ നാളത്തെ ദിവസം പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ സൈക്കാട്രിയുടെ ഭാഗം. പറഞ്ഞോളൂ മാം, കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇല്ല, ഔട്ടായില്ല, കട്ടായി. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു സാർ ഒരിക്കൽ കൂടി. താങ്ക് യു സർ, താങ്ക് യു ഞാൻ ഇന്ന് ഓഫീസിൽ പോയിട്ട് ആകെ കുറച്ച് ടയേർഡ് ആയിരുന്നു. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തു. അത് ഇങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. കാരണം ഓഫീസില് ഗ്രാമസഭ ഓടി നടക്കുകയായിരുന്നു. മൈൻഡ് പവർ ഉള്ളത് കൊണ്ട് ഒപ്പിച്ചതാണ്. അല്ലമ്മ പറഞ്ഞോളൂ. സാറേ ഇടയ്ക്ക് നെറ്റ് ഒരു പ്രോബ്ലം വന്നല്ലേ. എന്റെ ഒരു സംശയം സാർ ഒന്ന് ദൂരീകരിച്ച് തന്നാ കൊള്ളാം. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മളിരുന്ന് ചിന്തിച്ചിട്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇൻസ്പിറേഷൻ മീൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് നമുക്ക് കിട്ടുന്നു എന്ന് സാറ് പറഞ്ഞു. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് ഒരാളോടൊന്ന് ഷെയർ ചെയ്ത് നമ്മളൊരു സൊല്യൂഷൻ കാണുന്നതും നമ്മൾ തന്നെ ഒരിടത്ത് പോയിരുന്ന് കുറെ സൈലന്റ് ആയിട്ടിരുന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതും തമ്മില് അതത്രയും അങ്ങ് അത് കറക്റ്റ് ആയിരിക്കും മൈൻഡ് പവർ പറയുന്നത്. കാരണം നമ്മള് വളരെ ശാന്തമായിരുന്ന് യാതൊരു വേവലാതികളും ഇല്ലാതെ യാതൊരു നമ്മളെ കുറെ ഒരു മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചില ഫ്ലാഷസ് തരുന്നുണ്ട്. ചില മിന്നലുകൾ, ചില ഇൻറ്റ്യൂഷൻസ് തരും. ആ ഇൻറ്റ്യൂഷൻസ് കറക്റ്റ് ആയിരിക്കും. അതായത് ആ കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് മൈൻഡ് പവർ പറയുന്നത്. അത് നമ്മളെ ഒരു ആൽഫ ലെവലിലേക്ക്, ഒരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് നമ്മൾ പോകണം. അതിന് അങ്ങനെയാണ് കറക്റ്റ് ആൻസർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിന് വേറെ ഒരു എക്സാമ്പിൾ, അതിന് മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുമ്പോൾ അവര് കൃത്യമായിട്ട് ആലോചിച്ച് ആൻസർ പറയത്തില്ല. നമ്മൾ ഒരാളോട് ചോദിക്കുന്നു, അവര് നമ്മുടെ പ്രശ്നങ്ങളെ അപഗ്രഥിച്ചിട്ട് കൃത്യമായിട്ട് ഒരു ആൻസർ, നമുക്ക് വയബിൾ ആയിട്ടുള്ള ഒരു ആൻസർ അവിടെ എടുത്ത് തരിക. അപ്പൊ അവര് അവരുടെ ഈ പറയുന്ന ഇൻസ്പിറേഷൻ ആണ് അതിന് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റത്തില്ല അങ്ങനെ, അല്ലെ തോമസ് സാർ? സാർ പറഞ്ഞ എന്റെ ശരി. മാം സായി സാർ പറഞ്ഞത് സായി സാർ പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. സാബു സാർ പറഞ്ഞു, മറ്റുള്ളവർ നമ്മളെ ഉപദേശിച്ച് നമ്മൾ വാങ്ങണം, അഭിപ്രായം സ്വീകരിക്കണം. പക്ഷെ അത് പറയുമ്പോൾ അവരുടെ ഭാവനയിൽ നിന്ന്, അവരുടെ അനുഭവത്തിൽ നിന്നാണ് പറയുക. ഈ വ്യക്തിയുടെ അവസ്ഥകളും അനുഭവങ്ങളും ഈ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്റെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്റെ ഉള്ളിന്റെ വിശ്വാസത്തോടുകൂടി പോവുകയാണ്. ഉള്ളിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഉത്തരം കണ്ടെത്തും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സാധിക്കുന്നതാണ്. സമയം കഴിഞ്ഞു പോയി എല്ലാം പറയാൻ പറ്റും. സായി സാർ അടുത്ത പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ ആവുമെന്ന് കേട്ടോ. നമുക്ക് ആ ഡിസിഷൻ മേക്കിങ്, തീരുമാനം എടുക്കാൻ എന്റെ ഉള്ളിൽ കറക്റ്റ് ഡിസിഷൻ ടൈമിൽ ആ സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് വരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി എങ്ങനെ ചിന്തിക്കാം. നമ്മൾ ബ്രീത്ത് എടുത്ത് ഇരിക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ മറുപടി വരുന്നതാണ്. ഓൺ ദ സ്പോട്ടിൽ മറുപടി വന്നോളുന്നില്ല. രാത്രി ഉറക്കത്തിലായിരിക്കാം. ചിലപ്പോൾ സാറേ ഈ മോർണിംഗിൽ ഉണ്ടല്ലോ, നമ്മളൊരു മോർണിംഗിലാണ് പലപ്പോഴും ഇൻഡ്യൂഷൻസ് വരിക. നമ്മൾ രാത്രി കിടന്നിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ച് കിടക്കുമ്പോ, ആൽഫ സ്റ്റേജ് തന്നെ ഉറക്കത്തിന് തൊട്ട് മുമ്പ് കിടക്കുമ്പോ എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. പിറ്റേന്ന് രാവിലെ ഒരു പെട്ടെന്ന് ഒരു ഇത് ഉണ്ടാവാറുണ്ട്, ഒരു ഇൻഡ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. സാറേ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ സ്വന്തം, എന്റെ കോൺഷ്യസ് മൈൻഡ് എന്റെ സ്വന്തം. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് യൂണിവേഴ്സിൽ എല്ലാവരും സബ് കോൺഷ്യസ് ആയി കണക്ഷൻ ഉള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് വേണ്ട മറുപടിയിൽ വന്നിരിക്കും. എന്റെ അനുഭവം ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നേരം പോകുന്നത് കൊണ്ടാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന താമരശ്ശേരി 3 വർഷമായിട്ടുള്ളൂ. ഞാൻ കരിഞ്ചോലയിൽ, സാറിന് അറിയാം, കരിഞ്ചോല ഉരുളുപൊട്ടി അറിയാം. 3 വർഷം മുമ്പ് കരിഞ്ചോല ഉരുളുപൊട്ടിയപ്പോ തൊട്ട് ഇപ്പുറത്തെ മലയിലാണ് ഞങ്ങൾ താമസിച്ചത്. മലയുടെ അടിവാരം നമ്മുടെ പറമ്പിലൂടെയൊക്കെ വെള്ളം വന്നതാണ്. നമ്മുടെ ഭൂമിക്ക് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് ആരും കച്ചവടം നടത്താതെ വാങ്ങാതിരുന്നു. ആ സമയത്താണ് മല ഇടിഞ്ഞ് വീട്ടിലേക്ക് പറമ്പിലേക്ക് വെള്ളം വന്നത്. ആന ഒഴുകി പോകുന്ന വെള്ളം, ഒരു സാധ്യതയില്ല.
എന്റെ മകൾ ചോദിച്ചു, ഡാഡി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, മനുഷ്യ സാധ്യതയില്ല, ഇപ്പോൾ ദൈവം പ്രവർത്തിക്കും. ഇന്നേക്ക് 3 മാസത്തിനിടയ്ക്ക് നമ്മൾ പുതിയ വീട് ടോക്കൺ കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ആ വീട് വിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന പോലെ ഒരു ചെറിയ വീട് വാങ്ങാൻ നമുക്ക് പറ്റത്തില്ല. ഞങ്ങൾ സെമി പെർമനന്റ് ആയിട്ട്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും അവർ 2 പേർ റൂമുകൾ എവിടെ ആയിരിക്കണം തീരുമാനിക്കുകയും അവർക്ക് കിട്ടിയ കുറച്ച് സ്റ്റിക്കറുകൾ സൂക്ഷിച്ചു വെക്കുകയും എന്റെ റൂമിന്റെ വാതിൽക്ക് ഞാനിത് ഒട്ടിക്കും 2 പേരോട് വീതം വെക്കുകയും ചെയ്തു. ഈ ഭൂമി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അവർ ഉദ്ദേശിച്ച രീതി വീട് വാങ്ങാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അതൊന്നും ഞാൻ അവരോട് പറഞ്ഞില്ല. ഞാൻ ചിന്തിച്ചത്, ഞാൻ എന്തിനാ മിനിമൈസ് ചെയ്യുന്നത്? അവരുടെ വിശ്വാസം ഞാൻ എന്ത് ലഘൂകരിക്കുന്നത്? പ്രപഞ്ചം പ്രവർത്തിക്കുക, ദൈവം പ്രവർത്തിക്കുമല്ലോ. അവരാഗ്രഹിച്ച പോലെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവരുടെ റൂമിൽ അവർ ചിന്തിച്ചോടെ അവർക്ക് വന്നു. അപ്പൊ ഓക്കെ, അപ്പൊ സാർ അത് മാം ചോദിച്ചത് ശരിയാണ്, സാറ് പറഞ്ഞ കറക്റ്റാണ്. മാം സാർ അടുത്ത ഫോളോ അപ്പിൽ ഒന്ന് പറയണേ. ഓക്കെ, സാബു സാറും ഉണ്ടല്ലോ, സാബു സാറുണ്ട്, എല്ലാവരും ചേർത്തിട്ട് നമുക്ക് എല്ലാവരും കൂടി. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും കാണാം. നാളത്തെ ദിവസം നമുക്ക് ബേസിക് സെക്രട്ടറിമാരും അന്നമാമ പറയാനുണ്ടോ? അഡ്മിറ്റ് ചെയ്തോളൂ. സാറിന്റെ അവതരണം എനിക്ക് വളരെ നന്നായി തോന്നി. വളരെ സ്ട്രെസ് ആയിട്ട്, വളരെ ഉഷാറായിട്ട് തോന്നി. നല്ല അവതരണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, നമുക്ക് അടുത്ത സെഷൻ സാറിന്റെ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാം. ഓക്കെ, ശരി സാറേ. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു. Okay, thank you, sir. See you. Good night. Good night.